അറിയത്തില്ല, ഞങ്ങളെല്ലാം കച്ചവടക്കാരിലും മേടിക്കുന്നത്. അതെന്തോരം വേണോ? അതെ, എത്ര നീളം ഉണ്ടെന്ന് നോക്കിയാൽ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഡ്രങ്കിന്റെ ആ ഒരു വാഷ്റൂം. അതൊരു പുതിയ ഐഡിയ ആണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ബാത്റൂം എന്ത് എങ്ങനെ ഒന്നും കൂടെ കണ്ടില്ല. ഒന്നും ഒരു കോഴിയുടെ ജീവനം കളഞ്ഞിട്ട് വരുവാണ്. അതെ, സത്യം. ടാറ ചാറ്, അതെ, അത് കേട്ടിട്ടുണ്ട്. നമ്മുടെ അട്ടിപ്പൊളി ഹോം സ്റ്റേ. മതത്തെയും ജാതിയൊന്നും പൊക്കി പറയും താഴ്ത്തി പറയും ഒന്നും അതിനെ കുറിച്ചൊന്നും പറയണ്ട. തനിക്കെന്താണ്? ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുറച്ച് അലങ്കാര വസ്തുക്കൾ അല്ലടോ, നമ്മുടെ ചെറിയ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മേടിക്കാണ്ട് ഇറങ്ങിയിരിക്കും. സെയിം ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെല്ലാണോ നമ്മുടെ ബ്രോ അകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും, നമുക്ക് നോക്കാം. ഇവിടെ കംപ്ലീറ്റ് ടോയ് സെക്ഷൻ ആണ്, വേറെ നമുക്ക് ഇത് വേണ്ട. ഈ സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തോരണുണ്ടല്ലോ, ഗ്രീൻ കളർ, അതാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ മീറ്റർ കണക്കല്ലേ? അതെന്തോരം വേണോ? അതെ, എത്ര നീളം ഉണ്ടെന്ന് നോക്കിയാൽ. നീളം കുറവാടോ അതിന്? അത് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും അല്ലേ? നീളം കുറവല്ലേ അതിന്? അതിന്റെ റെഡ് ഒന്നും ഇല്ലടോ. അത് വേണ്ട, നമുക്ക് ക്രിസ്മസിന് പറ്റിയത് ഇതാടോ, ഗ്രീൻ കളറാണ് നല്ലത്. അത് ഒരെണ്ണത്തിന് എത്ര രൂപ നോക്കിയാ അതില്? അല്ലടോ, അത് ഒറ്റെണ്ണോ അല്ലടോ, ഇത് പല ഒറ്റ സെറ്റാണോ ഇനി? ഒരു മിനിറ്റ്, ഇതിന്റെ എങ്ങനെയാ? ഒരു സെറ്റ് എത്രയാണോ? അല്ല, ഒരു സെറ്റ് ഒരെണ്ണം. ഇത്ര ഈ ഒറ്റ സെറ്റിന് 10 രൂപ. അല്ല, ഇത് 10 എണ്ണം വരും. എത്ര രൂപയാണ്? 25 വെച്ചാകുമ്പോഴത്തേക്ക് 250. ഇത്ര ലോങ് ആയിട്ടുള്ളതേ ഉള്ളൂ, കുറച്ചുകൂടെ നീളമുള്ളതുണ്ട് വേറെ? ഇല്ല, 2 മീറ്റർ മാക്സിമം. എടോ, ഏത് വേണം? അത് രണ്ടെണ്ണം എടുക്കട്ടെ. അത് ഒരെണ്ണം മതി. 250 രൂപ? 25 രൂപ. ഇത് 2 കെട്ട്, ഒരെണ്ണത്തിന് 250 വരും. ഇത് ഇത്ര എണ്ണത്തിന് 250 രൂപ മതി. എത്ര? അന്ന് ഇത്ര മതി, ഇതെടുത്തോ. പിന്നെ മറ്റേ റെഡ് കളറിൽ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന നല്ല തിരക്കുണ്ട്. അറിയത്തില്ല വെച്ചാൽ സ്റ്റാഫല്ല. ഇവിടെ കിടക്കട്ടെ. അതും മേടിക്കാം നമുക്ക്. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് പക്ഷേ ക്രിസ്മസ് ആയിരുന്നു. ഇത് പക്ഷേ ക്രിസ്മസ് ഇടാൻ പറ്റാത്ത ഐറ്റംസ് ആണ്. കളർ ഇത് ഈ സെലിബ്രേഷനൊക്കെ ഇടുന്ന സാധനമാണ്. എന്ത് സാധനമാണ്? ലൈറ്റാണോ? അത് തന്നെ. അല്ലല്ല, അതല്ല, അതിൻ്റെ മുകളിൽ, ഇത് തൻ്റെ മുകളിൽ. അതെന്ത് സാധനമാണ്? ലൈറ്റ് വരുന്നതാണോ അതിനകത്ത്? ഇല്ല അല്ലേ? അറിയത്തില്ല, ഞങ്ങളെല്ലാം കച്ചവടക്കാരിലും മേടിക്കുന്നത്. അതൊരെണ്ണം മേടിച്ചോ, അതൊരെണ്ണം ഇരിക്കട്ടെ. പിന്നെ ഇത് അതൊക്കെ സാന്റാക്ലോസ് നോക്കി തൊപ്പിയാണോ അതോ? ബ്രോ, 1000 രൂപയാ? പക്ഷെ ഇത് ക്രിസ്മസുമായിട്ട് ബന്ധമില്ലല്ലോ ഇതിന്. സ്റ്റാർ ഉണ്ടോ ഇങ്ങനത്തെ? അതാണ് നമ്മൾ നോക്കി വന്നത് തന്നെ. ആക്ച്വലി അത് കണ്ടുകൊണ്ടാണ് ഇതിലെടുത്തത്. ഓക്കെ, ഇത് ഉൾപ്പെടെയുള്ളതാണോ? അതെ അതെ. അപ്പൊ നമ്മൾ നോക്കി വന്ന സാധനം കിട്ടി. ഇത്ര മതിയാടോ? പിന്നെ കളർഫുള്ളായി. അല്ല, ഇതൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ ഡെക്കറേഷൻ എന്ന് പറയാം. പിന്നെ ഇത് അത് വല്ലതും എടുക്കണോ? ലൈറ്റ് കത്തഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കണ്ടേ? ലൈറ്റ് വേണ്ടെന്ന് ഇതിന്റെ. ഇത് ചുമ്മാ ഇടുന്ന സ്റ്റാറാ. എത്ര രൂപയാണ് അതിന്? വല്ല അത് ഈ കളർ സ്പാട്ടുകളെല്ലാം കൊടുക്കുക. ഇത് അത്ര മതിയോ? ഇതൊന്നും വേണ്ടല്ലോ. ഇതാ അതെ, ഇത് പക്ഷേ ഒരെണ്ണം കൂടെ എടുക്കാന്നാണ് എൻ്റെ അഭിപ്രായം.
അല്ലെങ്കിൽ ഒരു ഇച്ചിരി മാത്രമേ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുള്ള് വേണം. ഇതിനൊക്കെ എത്ര രൂപയാണ്? ഈ പേപ്പർ സ്റ്റാർ അതെല്ലാം കൊടുത്തു, എല്ലാം എടുത്തു വന്നു. മിക്സഡ് ആയിട്ടാണ് നല്ലത്. എവിടെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ, ചോറ് കഴിക്കാൻ? അത് ശരി. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കി നമുക്ക് നമ്മുടെ തിരക്കായ കാരണം വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇപ്പോഴേ ഇങ്ങനെ രാത്രി ആയി കഴിയുമ്പോൾ ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റും. പൈസ എങ്ങനെ? ഇത് 6 രൂപ 7 രൂപ 6 രൂപ. പല പല കളറാകുമ്പോഴാണോ കളർഫുള്ളാണ്. ഇത് കൂടിയതാണ്. നിങ്ങളുടെ ഇഷ്ടം. മറ്റേ നമ്മുടെ വീഡിയോ വന്നായിരുന്നു, കണ്ടായിരുന്നു? അത് ശരി. ബാക്കിയും കണ്ടായിരുന്നേ. അതെ, അതിന് മുമ്പ് ഓക്കെ. അപ്പോൾ വളരെ അഫോർഡബിളുമാണ് ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്ത് മേടിച്ചാലും. ആദ്യം തന്നെ അവർ പറഞ്ഞായിരുന്നു ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അത് നമുക്ക് എല്ലാത്തിലും അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുത്തെങ്കിൽ ഇത്രയും രൂപയായിട്ട്. ക്രിസ്മസ് സെലിബ്രേഷന്റെ കാര്യങ്ങളുടെ ഒരുക്കങ്ങൾ, അതായത് ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ മേടിച്ചു കഴിഞ്ഞു. ഇനി സ്ട്രെയിറ്റ് ടു ജോമോൻജീസ് ഹൗസ്. അവിടുന്ന് ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്തായാലും ചിക്കൻ മേടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ചിക്കൻ ഉണ്ടാവും അവിടെ. അപ്പോൾ എന്തായാലും ചിക്കൻ മേടിക്കാൻ നമുക്ക് മാർക്കറ്റിലുള്ള ലക്ഷ്യമൊക്കെ നമ്മൾ നടത്തിയാണ്. വേറെ എന്തൊക്കെ വേണം? പോർക്ക, പന്നി, എന്തൊക്കെ വേണം? പട്ടി വെച്ച് വേണം. വേറൊരു സംഭവം കാണിച്ചത് എന്താണ്? നമ്മുടെ കമ്പിളി നാരങ്ങ. കമ്പിളി നാരങ്ങ, അല്ലി നാരങ്ങ എന്നൊക്കെ പറയുന്നത്. കമ്പിളി മാതള നാരങ്ങ. മാതളമല്ലേ. അതാണ് ഈ സംഭവം. കണ്ടിട്ടുണ്ട് എവിടെ? ഓ, ഇതോ? അത് ശരി. ചിക്കൻ കിട്ടി അല്ലേ? ചിക്കൻ കിട്ടിയിരിക്കുന്നു. യെസ്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര തുടരാം. ഇതെല്ലാം ക്രിസ്മസിനോട് എതിരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്നതാണ്. എതിരായിട്ടുള്ളത്? ആന. അതെ, ഇവിടെ ഒന്നും ആഘോഷമില്ല, ഒന്നുമില്ല. സ്റ്റാർ പോലും ഇട്ടിട്ടില്ല. സ്റ്റാർ ഇടുന്നതിനൊക്കെ ഡേറ്റ് ഉണ്ടോ? എല്ലാരും ഡിസംബർ മുതൽ ഇടുന്ന ആൾക്കാരുണ്ട്. ഏതോ ഒരു 10 ദിവസം മുന്നേ അങ്ങനെയൊക്കെ ഇല്ലേ? ഒരു 10 ദിവസം മുന്നേ എല്ലാവരും ഇടും. അതതിന്റെ ഒരു രീതി അല്ലേ? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 1 തൊട്ട് സ്റ്റാർ ഇടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് ജാതിയും കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും എന്തായാലും അതെ, ജാതി മതമൊന്നും ഇല്ല. താങ്കൾ എങ്ങനെയാ ഡ്രാഗൺ ചെയ്യും വീട്ടില്? ഞങ്ങളവിടെയൊക്കെ ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അത് ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ 25th കഴിഞ്ഞ ഉടനെ സ്റ്റാർ ഉരുന്നില്ല. അത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ കിടക്കും. രണ്ടും കൂടിയാണ്. അപ്പൊ ഞങ്ങള് 2-3 വർഷമായിട്ട് കിടക്കുന്ന സ്റ്റാർ ഇപ്പോഴും കിടപ്പുണ്ടാക്കാൻ. പ്ലാസ്റ്റിക് സ്റ്റാർ അല്ല, അത് കാരണം മാറ്റത്തില്ല. പൂച്ചക്കുഞ്ഞു പോകണം. പൂച്ചക്കുഞ്ഞെ രക്ഷപ്പെടണ. ഓടി മോനെ, ഓടിപ്പോടാ. മോനെ ഓടിപ്പൊക്കോ. ഇല്ലല്ല, ഞാൻ ഒതുക്കിയെടുത്തു. നീ ഇങ്ങോട്ട് ഒതുക്കിയെടുത്തു. അവൻ ഓടിപ്പോട്ടെ. അവൻ സ്റ്റോപ്പായി നിന്ന് പോയി. ഒരു കോഴിയുടെ ജീവിതം കളഞ്ഞിട്ട് വരുവാ. അതെ, സത്യം. പൂച്ച ഇങ്ങോട്ട് പോയി. വീട് വിളിച്ചതാണ്. അടുത്ത റോഡിലാണ്. ഓ, ടിപ്പർ കൊണ്ട് അടിച്ചിട്ടിട്ട് മെറ്റലടിച്ചോ അവിടെ? അറിയാൻ പോകണം. അവിടെ അറിയുന്നു. നമ്മളന്ന് പറഞ്ഞതേ ഉള്ളല്ലേ ഡ്രാഗൺ ജീപ്പ് ടാർ ചെയ്ത് അടിപൊളിയായിരുന്നു. അല്ല, ഇതില് അത് വലിയ പൊതുവിനകത്ത് കേട്ട് കാണും. ഇത്രേ ഉള്ളൂ. അതെ, നമ്മുടെ വീഡിയോ കണ്ട് കാണാം. ഇത്രേ ഉള്ളൂ. അതെ. ഓഹോ, അപ്പൊ പറഞ്ഞതെല്ലാം പിൻവലിച്ച്. ഇത് പഞ്ചറൊട്ടിക്കുന്ന പോലെയാ. നല്ല ഭാഗം അങ്ങനെ ഇട്ടായത്. അതെ, പൊളിഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ. ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹോംലി ഫീൽ കിട്ടണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാം. അല്ലാതെ എപ്പോഴും നമ്മൾ ഫുഡ് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അവരുടെ കൂടെയൊക്കെ നിന്ന് പണ്ടൊക്കെ അതൊക്കെയാണ്. നമുക്കതൊക്കെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് ശരി. ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ പറയാനായിട്ട്. അപ്പൊ ഇതുപോലെ അങ്ങനെയൊക്കെ വേണം. അല്ലേ അമ്മ ഒറ്റയ്ക്ക് നഷ്ടപ്പെടുവല്ലേ? അതൊരു വിഷയമല്ലല്ലോ. അവർക്ക് അല്ല, ഇങ്ങനെ അരികൊണ്ടിരുന്നാൽ മാത്രം എങ്ങനെയാ ചെയ്യാന്ന്? ഓരോ ചെറുത് പിടിപ്പിച്ചാലോ മോനെ. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു വൈൻ കൂടെ ചേക്കാൻ. വൈൻ നമുക്ക് സൂല തന്നെ പൊട്ടിക്കും. ആഹാ, ഫുൾ പാക്കേജ് ആണല്ലേ.
അത് ഇതുമായിട്ട് അതിനകത്ത് മറ്റേ ലിക്കറൊക്കെ ചേർത്ത് ലിക്കർ ചേർക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഒരു വാട്ടിന്റെ കണക്കിൽ കൊടുക്കുന്നത്, നമ്മള് വാട്ടി എടുക്കുന്ന പോലെ ഡിസ്റ്ററിൽ നിന്ന് വരുന്നത്. 1 ലക്ഷം രൂപ ചമ്മന്തി അരച്ചാ ഈ മുതിരി മേടിച്ചിട്ട് പോകുന്നതിനൊക്കെ നോക്കി. സാധാരണ വൈനൊക്കെ നല്ലൊരു മധുരം ഫീൽ, പക്ഷെ ഇതിന് മധുരമില്ല, അതുകൊണ്ട് ആ ഒരു മടുപ്പ് വരത്തില്ല. മധുരമാണ് നമ്മൾ പെട്ടെന്ന് മടുത്തു. അല്ല, അത് ഹോം മെയ്ഡ് വൈൻ. ഇത് ഹോം മെയ്ഡ് വൈനാണ്. ഇത് ഹോം മെയ്ഡ് വൈൻ, ഇത് കമ്പനി വൈനാണ്. കമ്പനി മെയ്ഡ് വൈന് മാത്രമാണ് മധുരം ഉണ്ടാകുന്നത്. മധുരം വരുന്നത്. പക്ഷെ നമ്മള് മറ്റേ അന്ന് മേടിച്ച വൈന് ചെറിയ മധുരം ഉണ്ടാവില്ല. ചിലതിനൊക്കെയാണ്. ഇത് വേറെ കാര്യമുണ്ട്. ഇതാണ് നമ്മൾ അവിടെ വന്ന് വൈൻ ചോദിക്കുമ്പോൾ നമുക്ക് ഹോട്ടൽസിലും ബാറിലൊക്കെ കിട്ടുന്നത് വൈൻ ഇത് തന്നെ. ഈ വൈനല്ലേ ബീവറേജിലും കിട്ടുന്നത് ഇത് തന്നെ. സംഭവം ഒരു മടുപ്പ് തോന്നിക്കില്ല നമുക്ക്. ചെറിയൊരു ബട്ടറിന്റെ ഒക്കെ ഒരു ഫീൽ. അല്ല, ഇത് ശരിക്കും പറഞ്ഞാലേ ഈ വൈൻ സിപ്പ് ചെയ്തിട്ട് നമ്മുടെ പ്ലം കേക്കും കഴിക്കണം. അതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ. അതെ, അല്ല അവരിപ്പോ അവസരം വരുന്നുണ്ട്. ഇത് തണുപ്പിച്ചടിക്കണം. തണുപ്പത്തിലെ സുഖമില്ല, ഐസൊക്കെ ഇട്ട് അടിക്കാൻ സുഖമായിരിക്കും. ഇതിന് 13% ആൽക്കഹോളുണ്ട്. 13. ബിയറിനകത്ത് എത്ര വരും? 6-7 മാക്സിമം. ഇതിനകത്ത് നമുക്ക് ദോഷമാണ്. ഇതാ ആരാണ് ഈ മുറിക്കുന്നത്? എല്ലാം പെട്ടെന്ന് അതെ, കൈ മുറിക്കുന്നു. ചതച്ചാണ്. ചിക്കനായി അതെ അതെ. രുചി വരുത്തുന്നു. അരിഞ്ഞാൽ പാചകം അണിയറെ പ്രവർത്തിക്കട്ടെ. ഇത്തിരി സമയം എടുക്കും പാചകം എല്ലാം. അപ്പൊ എന്തായാലും ഇൻ ദ മീൻ ടൈം ഞങ്ങൾ പോയി നമുക്കിന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചീഫ് ഗസ്റ്റിനെയൊക്കെ എന്നാലും ഡ്രങ്കൻജി പറഞ്ഞു. അല്ലേ ധർമ്മജം പറഞ്ഞ പോലെ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടെന്ന്. അതെ, അത് വേണ്ട, അത് പാടില്ല. എല്ലാം പറയുന്നു. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് സത്യമല്ലേ? എല്ലാം അങ്ങനെ പറയുന്നത് വളരെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യം. അത് പറഞ്ഞ ഡ്രങ്കൻജി കറക്റ്റ് പോയിന്റ് ആയിട്ടാ പറഞ്ഞത്. ഓക്കെ ഡ്രങ്കൻ, നമ്മുടെ ചുങ്കം ബിവറേജ് എത്തിക്കഴിഞ്ഞു മോനെ. ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കിയല്ലോ. ആണോ അകത്തോട്ട്? ഏയ്, വിദേശ മദ്യ ഷാപ്പ്. കള്ളുടിയന്മാരെല്ലാരും വന്നിട്ടുണ്ടല്ലോ. അതെ അതെ അല്ലേ? പെയിന്റ് അടിക്കാൻ സമയമായി അല്ലേ? ഓക്കെ, ആസ്ഥാന കുടികാരൻ ഇറങ്ങി. മിസ്റ്റർ ഡങ്കൻ, എന്ത് പറയുന്നു? എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇനി പലതും പറയും, കന്നഡ അകത്ത് ചിലപ്പോ എല്ലാം പറയും. ഓവനകത്തോട്ട് കയറിയത് പോലുണ്ട്. മദ്യം എല്ലാം ചൂടാവാൻ വെച്ചിരിക്കുവായിരിക്കും. അപ്പൊ മിസ്റ്റർ ഡങ്കൻ, നമ്മൾ വന്ന കാര്യം ഫസ്റ്റ് തന്നെ വൈനാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ? നോക്ക്, ഇതെല്ലാം വൈനുകളായിരിക്കും. റെഡ് വൈൻ തന്നെ വേണം. റോസ് വൈൻ, ഇതൊക്കെ നമ്മുടെ ബ്രോക്കോടൊക്കെ പോലെ തോന്നും വേണമെങ്കിൽ. വെറുതെ എന്തിനാ? കുടിയൊന്നും വേണ്ട, അതൊക്കെ ചെറുത് നോക്കി മേടിച്ചു. ഗ്രോവറൊക്കെ കൂടുതലാണ്, അതിന്റെ ആവശ്യമില്ല. വൈനൊക്കെ നമുക്ക് വെറും ഇതാണ്, സൈഡാണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. റവയാ അല്ല റായ. ഇതിലൊരു താന്ന് മേടിച്ചത് താങ്കൾ നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ മേടിച്ച സാധനം ഇതാ റായ. ഇത് പിടിച്ചു എന്തായാലും.
അത് വെയിറ്റ് കൂടുതൽ അവിടെ ഇരിക്കട്ടല്ലേ. സബ്സ്ക്രൈബർ ഒരാളെ പറഞ്ഞതാ ബിഗ് ബനിയൻ. വിൻഡു ടിൻഡോ ഏതാണ്? വിനോ ടിൻഡോ വില കുറഞ്ഞതാ. അത് വേണ്ട, ചെറുത് വേണത്. അതിന് 1100. നമുക്ക് ഇവിടെ തന്നെ എടുത്താലേ. എത്ര രൂപ? എത്ര രൂപ? അതിന്റെ വില 820 രൂപ. ഇത്ര വില കൂടിയൊന്നും വേണ്ട. റെഡ് വൈൻ 760. സീവ അതെടുത്താലോ? അതെടുത്തേക്ക്. അല്ല പ്രാരലുണ്ട്, അതിനേക്കാൾ വില കുറവാണ്. ഇത് നല്ല സാധനമാണ്. 740. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? സീവ എടുക്കാമല്ലോ. എന്നാ സീവ എടുത്തോളൂ. പക്ഷെ അതിനേക്കാൾ ഈ പേര് കിട്ടിയുള്ള ഈ സാധനമുണ്ട് ഫ്രാറ്റലി. ഇനിയിപ്പോ ആലോചിക്കണ്ട അടുത്ത്. റെഡ് വൈൻ തന്നെയാണോ നോക്കിയത്? ഇത് ആരും ഇല്ല ഇവിടെ ചോദിക്കാനും പറയാനും. ഓക്കെ, അപ്പൊ ഏത് വെച്ച് സെലിബ്രേറ്റ് ചെയ്യാം നമ്മൾ ക്രിസ്മസ്? ക്ലബ് ഹൗസ്. വോഡ്ക വേണ്ട, നോക്കാം നമുക്ക്. ലാസ്റ്റ് ചിലപ്പോൾ വോഡ്കയിലോട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരും. ബ്ലാക്ക് ഡോഗ് നമ്മൾ ഒരുപാട് മേടിച്ചതാണ്. വേണ്ട, അതൊക്കെ മേടിച്ചോടും. നെപ്പോളിയനൊക്കെ നമ്മൾ ഇഷ്ടം പോലെ മേടിച്ചു. ബ്ലാക്ക് ലിറ്റർ എടുക്കണം. ലിറ്റർ നോക്കണ്ടോ? ലിറ്റർ അല്ല, ഫുള്ളായാലും മതി, കുഴപ്പമില്ല. ഓക്സ്മിത്ത് ലിറ്റർ ആയിരിക്കുമല്ലോ. മോഫീസ് വേണം നമ്മൾ അറിയാലോ സെലിബ്രേറ്റ് ചെയ്തത്. അത് വെച്ച് ഡ്രൂവിന്റെ ഫുള്ള് പ്രാഡോ നമ്മളും വൃത്തിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഡ്രങ്കിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അത് മാത്രം മതി. അത് മാത്രം അപ്പൊ നമ്മൾ സാധനം മേടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയ കേക്ക് കൂടെ മേടിക്കണം. അല്ലെ മിസ്റ്റർ ഡ്രാഗൻ? ഒരു പ്ലം കേക്ക്. സോ മിസ്റ്റർ ഡ്രാഗൻ കേക്ക് മേടിക്കോ? മേടിക്കാം, വരുന്ന പൈസ. അപ്പൊ നമ്മുടെ ഡ്രങ്കരാജ് കേക്ക് മേടിക്കാൻ പോയി. കാരണം ഇവിടെ ഞാൻ വണ്ടി പാർക്കിംഗ് എന്നോടല്ല, സ്റ്റോപ്പാണ്. അത് കാരണം ഞാൻ എന്തായാലും പാർക്ക് ചെയ്യുന്നില്ല. ഡ്രങ്കൻ എന്തായാലും പോയി മേടിച്ചോണ്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ഡ്രങ്കരാജ് കേക്കൊക്കെ മേടിച്ച് പുറകെ പാഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി കുപ്പിയല്ല നമ്മൾ മേടിച്ചല്ലേ ഡ്രങ്കൻ ചെയ്യും. എന്തായാലും സന്തോഷമായിട്ടോ. നല്ല അടിപൊളി സാധനങ്ങളായിട്ട് മേടിച്ചു വെച്ചേക്ക്. എന്തായാലും കുറച്ച് ലേറ്റ് ആയി, നമ്മൾ രാത്രി ആയി കണ്ടല്ലോ. അപ്പൊ എന്നിരുന്നാലും നമ്മൾ എത്തില്ല. ഇന്ന് ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുമ്പോൾ എത്ര താമസിച്ചാലും ഇറ്റ് ഡസന്റ് മാറ്റർ. കാരണം ഇന്നത്തെ ആ ഒരു ദിവസത്തിന്റെ ആ ഒരു ഒക്കേഷനാണ് നമ്മൾ ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് അതോട് കയറാം. നമ്മുടെ വീട്ടിൽ അവിടെ ഇല്ല. ഓക്കെ, നമ്മുടെ വരവും കാത്തതായി ഇവിടെ ഒരാൾ ഒഴിച്ചു വെച്ച് നോക്കിയിരിക്കുന്നു. സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? എന്തൊക്കെ ഐറ്റംസാ മേടിക്കണ്ടേ? അല്ലേ പ്രായം ചെയ്ത് അങ്ങനെയൊക്കെ പറയാ. ഇവിടെ CCTV ഇല്ലാതെ കുഴപ്പമില്ല. അല്ല, നമുക്ക് ഇനി കിടക്കുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഈ എന്തോ നമ്മള് മേടിച്ച സാധനം അടിക്കണം, ഇതടിക്കണം. ഇനി അതൊക്കെ മേലെ നമ്മുടെ മെയിൻ ഐറ്റം അടിക്കണ്ടേ ഡ്രാഗൻ? അതെ, പിന്നെന്തായാലും അടിച്ച് മരിക്കണം. അതൊക്കെ സർപ്രൈസ് എടുത്ത് പിടച്ചേ. ലോങ് സൈഡ് അതൊരു അസുഖത്തിന്റെ പേരല്ലേ? ഡ്രങ്കിന്റെ ഓരോ ലീലകളെ ഇരുന്നോ? ചോക്ലേറ്റ് ആണ് അല്ലല്ലോ, അത് സ്പ്രേ ആണത്. ചോക്ലേറ്റ് ഒന്നും അല്ല, സ്പ്രേ ആണോ അത്? കാരണം എന്തും മനുഷ്യനാണോ അത്? സ്പ്രേ ആണോടോ? അതിന്റെ പുതിയ വന്നിട്ടുണ്ട്. ഞാൻ 2 മൂന്ന് മേടിച്ചത്. ആ ചോക്ലേറ്റിന്റെ അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്ന് കഴിച്ചിരുന്നു പറയും. അതെ, പണ്ടത്തെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ. കഴിച്ചു കൊല്ലാത്ത സമയം കഴിഞ്ഞു. ചോക്ലേറ്റ് മാത്രമേ കഴിക്കുന്നു. ചോക്ലേറ്റ് പോയി ന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവില്ലേ? സമയം ആയില്ല, അതിനുള്ള സമയമല്ലേ കഴിഞ്ഞു. ചിക്കനൊക്കെ ആയി കഴിഞ്ഞു കാണും. അപ്പൊ എന്തായാലും നമ്മള് രാത്രി ആണെങ്കിൽ ഇപ്പൊ ചോറൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ചിക്കൻ നമുക്ക് ഇന്നലെ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല അടിപൊളി പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് പോകും. എന്ത് പറഞ്ഞു? വേറെ ഒരു ബീഫ് ഫ്രൈ മേടിക്കുക. തനിക്ക് ബീഫ്. ഓ, അത് പറഞ്ഞപ്പോ അങ്ങനെ സന്തോഷം ചിരിക്കണ്ട. മധുരമില്ല. നേരത്തെ കുറെ മുമ്പാണ് ഒരു വലിയ യാത്ര ഒഴിക്കാണ്ട് പഞ്ചസാര അടിക്കുന്നില്ല. മറ്റേ നമുക്ക് മറ്റേ കല്യാണത്തിലൊക്കെ ചെറിയ കാത്തില്ലാതല്ലേ കഴിച്ചാൽ ഭയങ്കര കുത്തലും
അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏത് പരുവത്തിലായി നമുക്ക് നോക്കാം. അങ്ങനെ ഇടയ്ക്ക് വന്നപ്പോഴേ വിചാരിച്ചാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ ഗൈസ്, അപ്പൊ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിയും. തിളക്കുന്നത് ഇളവണ്ട, നല്ല അടിപൊളി മണം അല്ലേ? കുരുമുളക് കേട്ടിട്ടിരിക്കല്ലേ? കുരുമുളക് ഒത്തിരി ഇട്ടുണ്ട്. അതെ, പണി കിട്ടോ? കുരുമുളക് ഒത്തിരി ഇട്ടാ കുരുമുളക് ഇരിക്കട്ടെ നല്ല. അതെ, കുറച്ച് ഞങ്ങൾ ഒരുപാട് കഴിക്കത്തില്ല. ഗ്രേവി കിട്ടും. മതി. അതെ, അല്ല ചപ്പാത്തിനല്ലേ? അല്ല പൊറോട്ട ആണോ? ഞാൻ വെച്ചോളാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ജോമോൻ ജി ആൻഡ് ഡ്രങ്കൻ ജി ഓൺ ദ വേ എത്തിക്കഴിഞ്ഞു നമ്മുടെ ലൊക്കേഷനിൽ. ഞാൻ ആദ്യം വെച്ച് പിടിച്ചത് കാരണം പിന്നെ അതല്ല ഞാൻ പറഞ്ഞില്ല, നമുക്ക് വരുന്ന വഴിക്ക് പൊറോട്ടയും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പം ഞാൻ വന്നപ്പോഴേക്കും അതൊന്നും ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, കാരണം എനിക്കതൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഡ്രങ്കനും ജോമോനും കൂടെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ 2 വണ്ടിയും കൂടെ അവിടെ പ്രോപ്പർട്ടിയിൽ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മറ്റൊരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു വണ്ടി പുറത്തിടാം, ഒരു വണ്ടി നമുക്ക് അകത്തിടാം. അപ്പോൾ എൻ്റെ വണ്ടി വലുതായതുകൊണ്ട് പുറത്ത് തന്നെ ഇറങ്ങട്ടെ. അപ്പോൾ ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ അട്ടിപ്പൊളി ഹോം സ്റ്റേ. ഇത് ഈ ഒരു എൻട്രൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ശരിക്കൊരു ഫീൽ വരും. ആക്ച്വലി പഴയ ആ ഒരു ഇതിൻ്റെ ഒരു ഫീൽ കണ്ടില്ലേ ഗൈസ്? ഫ്രണ്ടിൽ തന്നെ തുളസിത്തറ. എന്തേ ഡ്രങ്കൻ, ഉഷാറായ? നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? വാ, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉടനെ കാണാം. ഇതാണ് അവരുടെ പുറത്തുനിന്നുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. വീടാണല്ലേ ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ? അതാണല്ലോ വീടാണ് ആക്ച്വലി. ഒരു മോഡേൺ തറവാട് പോലെ. അതെ, ലാൻഡ്സ്കേപ്പും അത്യാവശ്യം നല്ലതാണ്. ചെറിയൊരു മിനിയേച്ചർ പൂളാണെന്ന് തോന്നില്ലേ? പൂളാണോ അത്? രംഗൻജി ഒന്ന് ചാടി നോക്കുന്ന പൂളാണോ? മീനുണ്ടോ? ചൂണ്ടയിടണോ? ഇവരുടെ ഈ ഒരു എൻട്രി നല്ലൊരു ലുക്കാണല്ലേ? കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യം, ഒരു പ്രത്യേക ഒരു ഫീൽ വരും ആക്ച്വലി. പടിപ്പുര. അതെ, പടിപ്പുര ഒരു ബാറിന്റെ പേരുണ്ടല്ലേ? ഇങ്ങനെയാണ് നടുമുറ്റവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു അടിപൊളി ഒരു നല്ലൊരു ഫീലാണ് ആക്ച്വലി. കണ്ടില്ലേ, ഈ ഒരു ആർക്കിടെക്ചർ ആണെങ്കിലും നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയാണ്. തടിയാണോ എന്നല്ല നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഞാൻ കണ്ടായിരുന്നു. ഇഷ്ടംപോലെ പേർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും എല്ലാം പറ്റിയൊരു സീക്വൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തടിയല്ലിടും. ഓക്കെ ഗൈസ്, അതുപോലെ ഈ ഒരു ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂലി ലോഞ്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ റേറ്റ് ഒക്കെ വളരെയധികം അഫോർഡബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോട്ടലായാലും ഹോം സ്റ്റേയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഏറ്റവും ഈസി ആക്സസ് ടു എവറി പ്ലേസസ്. അപ്പോൾ നമ്മളിത് ആലപ്പുഴയുടെ നഗര മധ്യത്തിലാണ് ആക്ച്വലി ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും ഏറ്റവും നിങ്ങൾക്കറിയാം മുല്ലക്കലാണ് എൻ്റെ ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ്, ഏറ്റവും നിയറസ്റ്റ് പ്ലേസ്. പിന്നെ അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ പുന്നമട ബാക്ക് വാട്ടേഴ്സിലേക്കുള്ള ആക്സസ് എളുപ്പമാണ്. പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ബീച്ചിലേക്കും പോകാം. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും സെൻറ്ററാണ്. കാരണം ആലപ്പുഴയുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ മുല്ലക്കലാണല്ലോ. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി മച്ച് വണ്ടർഫുൾ. ഒരു നല്ലൊരു പൂജാമുറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ? നല്ലൊരു ഹോംലി ഫീൽ വരും ഇവിടെ. ഇതെങ്ങനെയാ, ഇൻഡിവിജ്വൽസിന് കൊടുക്കുമോ അതോ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്? അങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ? ഇൻഡിവിജ്വൽസ് ആയിട്ട് വന്നാൽ കൊടുക്കുമോ? റൂം മാത്രമായിട്ട് കൊടുക്കുമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ ഒരു
ഹോം സ്റ്റേയുടെ ഫെസിലിറ്റി ഒന്നും നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അപ്സ്റ്റേഴ്സിലോട്ടൊന്നും. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് അറിയാൻ ഒരുപാട് ഹോം സ്റ്റേയിലും ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ ആലപ്പുഴയിൽ വരുന്നവർക്കൊക്കെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. സംഭവം കൊള്ളാൻ റൂംസ് ഒക്കെ ആവശ്യത്തിന് അധികം ഉണ്ട്. ആക്ച്വലി ഈ ഒരു ഹോം സ്റ്റേക്ക് 5 ബെഡ്റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഇത് ഫുൾ ഒരു ഫാമിലി ഒരു 3 ഫാമിലിക്ക് 4 ഫാമിലിക്ക് വരെ സിമ്പിൾ ആയിട്ട് ഓക്യുപ്പൈ ചെയ്യാം. കാരണം ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് ഈ റൂംസും. അതെ, ഈ ഒരു കംപ്ലീറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് കൺജഷൻ വരുന്നില്ല. കാരണം എല്ലാവർക്കും സ്പേസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഫർണിച്ചർ ആണെങ്കിലും ആവശ്യത്തിന് ഫർണിച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പോലും ഫർണിച്ചർ ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ സുഖമായിട്ട് ഇരുന്ന് രാത്രിയൊക്കെ സംസാരിക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ കാപ്പിയും പഴംപൊരിയൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി സെറ്റപ്പ് ആയിട്ട് സ്ഥലം. പിന്നെ അത് മാത്രമല്ല അവിടെ പുറത്തും നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉണ്ട്. ഹൈലി സെക്യൂർഡ് കൂടെ. ഇവിടെ ആവശ്യത്തിന് ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറുതായിട്ട് നമുക്കത് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. ഓപ്പൺ എയറിലേക്ക് ഇറങ്ങാം നമുക്ക് വേണമെങ്കിൽ. കണ്ടില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതുപോലൊക്കെ ഇവിടെയൊക്കെ വന്നിതാ ഇതുപോലൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം ഈവനിങ് ടൈമിലൊക്കെ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഇപ്പോഴത്തോട്ട് കുറച്ചുകൂടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി പോലെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഓവർവ്യൂ കിട്ടും. ആ ഒരു ഫ്രഷ് എയറും കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ വരെ ആക്സസ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. വി ഹാവ് ആക്സസ് ടു ദിസ് റൂം. ഇത് ഇവരുടെ ലക്ഷറി റൂമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല അടിപൊളി കപ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു എന്താ പറയാ ഒരു പ്രീമിയം റൂം ആയിരിക്കണം ഇത്. കാരണം അതിനുള്ള എല്ലാ സ്പേസും കാണുന്നുണ്ട്. അതിന്റെ പോലെ അതുപോലെ ഒരുപാട് കപ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വിന്റേജ് സാധനങ്ങളാണ് ആക്ച്വലി. കണ്ടില്ലേ? പഴയ, എനിക്കിതിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഈ കണ്ണാടിയുടെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പേരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും എനിക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ ഒരു സ്മെല്ലും എല്ലാം കൊള്ളാം. ഇവിടെ എല്ലാം ഒരേപോലെയൊക്കെ തന്നെ ആണോ നമുക്കൊന്ന് നോക്കാം. അതെ, ബാത്റൂം ഇവിടെ ഒരു കോംപ്രമൈസ്. ഈവൻ ദേ ഹാവ് എ ഫാൻ ഇൻ ദ പോസ്റ്റ് റൂം. അതൊരു പുതിയ ഐഡിയ ആണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ബാത്റൂമിൽ ഫാൻ ഫെസിലിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി അവരുടെ ഫൈനൽ ബെഡ്റൂമാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോർമൽ റൂമാണ്. ഒരു എക്കണോമി റൂം ഒക്കെ നമുക്ക് പറയുന്ന പോലെ ഒരു എക്കണോമി റൂമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും കമ്പയർ ടു ദ അതർ റൂംസ്, ദിസ് റൂം ഈസ് എൻ എക്കണോമി റൂം ബിക്കോസ് വി ക്യാൻ സീ ഇറ്റ് ഫ്രം ദ സ്പേസ് ആൻഡ് ആക്സസറീസ് വിച്ച് ഇറ്റ് പൊസസ് ആക്ച്വലി. കണ്ടില്ലേ? പക്ഷെ എന്നിരുന്നാലും നമുക്ക് കംഫർട്ടബിൾ ആണ് വളരെയധികം. എല്ലാ റൂംസും എയർ കണ്ടീഷൻഡ് ആണ്. സോ ഇറ്റ്സ് ഗുഡ്. വി ക്യാൻ എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് അവർ സ്റ്റേ ഹിയർ. ആൻഡ് ഇനി ഫൈനലി അവരുടെ കിച്ചൺ ഏരിയ ആണ്. ഞാൻ പറയില്ല, ഫാമിലി ആയിട്ട് വന്ന് വീക്കെൻഡ് ഒക്കെ ആഘോഷിക്കാൻ, ഒരു ഫുൾ ട്രിപ്പ് ആഘോഷിക്കാൻ പറ്റും. നമുക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു കിച്ചൺ ഫെസിലിറ്റി ഇവിടെ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ ഉണ്ടോ ഗ്യാസും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. സോ ഇറ്റ് മേക്സ് വെരി മച്ച് സെൻസ്. ആൻഡ് നമുക്ക് എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ആക്ച്വലി. ഇറ്റ്സ് ആക്ച്വലി കംപ്ലീറ്റ് പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ മറ്റ് സ്പെഷ്യാലിറ്റികളെല്ലാം എന്തൊക്കെയാണ് ഞാൻ കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഓവർവ്യൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വൈകുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കം അതിന് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഞാൻ എന്തായാലും കൂടുതൽ ഈ ഒരു ഹോം സ്റ്റേയെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ റൂം റെന്റും താരിഫും ഇവരുടെ ഏരിയയെ കുറിച്ചും എല്ലാം ഞാൻ പേഴ്സണലായിട്ടും ഇവരുടെ ഇൻഫർമേഷൻ എല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം എത്തിച്ചു തരുന്നതായിരിക്കും. സ്മോളിൽ 2 അവതാരങ്ങൾ ഇരിപ്പുണ്ട് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്ന് തുടങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഇനി അവരെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് റോൾ ഗൈസ്. ഓക്കെ, പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒറ്റയ്ക്ക് എനിക്ക് എല്ലാം കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ജോമോഞ്ചി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. നമ്മുടെ കേക്ക് ബാധിക്കില്ലുണ്ടേ കേക്ക്. ആ ഡ്രങ്കപ്പൻ എന്തി ഡ്രങ്കൻ പലതും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത്രയും കഴിക്കണം, ഇത്രാമത്തെ പെക്കിൽ കിക്കാവണം എന്നൊക്കെ വരെ വേണം ചിന്തിച്ചു വെക്കും കേട്ടോ. അവന്മാർക്ക് അടുത്ത റൗണ്ടിൽ ഇത്ര ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് അവനെ പാപ്പാക്കണം, എന്നിട്ട് ഞാൻ നൈസായിട്ട് കള്ളാടി അടിക്കണം. ഇതൊക്കെ എന്നെ ഡ്രങ്കൻ ആ മനസ്സിലിരുന്ന് ആ മനസ്സ് കാണുമ്പോൾ മുഖം കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഏത് റൂം ചൂസ്? നമുക്ക് ആ റൂമിലോട്ട് കയറിയല്ലോ. ഇത് ബെഡ്റൂമാണ്, അതൊരു TV റൂമാണ്. ഏത് വേണം എടുക്കാം, 2 ഓപ്പണാ. ഏത് വേണം നോക്കാം.
വേടോ മതിയോടോ തന്റെ ആട്ടം, മയിലാട്ടം, ഡ്രങ്കാട്ടം. അതെ വേഗം തുറന്നു, കൈ അടച്ച്. നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ്സാണ്, സോറി വെയിറ്റ് ഉള്ള പാത്രങ്ങളാണ്. ലൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ കേറി മൊത്തം നോക്കിയതാണ് മോനെ ഡ്രാഗൺ. ഓക്കെ ഗൈസ്, അപ്പൊ ഔദ്യോഗികമായി നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുറി നമ്മുടെ മധ്യലോകമാണെങ്കിൽ പോലും നമ്മുടെ മധ്യലോകം നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി തെരഞ്ഞെടുത്തത് കൊണ്ട് ഇനി നമ്മുടെ മധ്യലോകം നമുക്ക് അലങ്കരിച്ച് അടിപൊളിയാക്കാം അല്ലെ. മദ്യം കൊണ്ട് മാത്രമല്ല അലങ്കരിക്കാൻ പോണത്. ചെറിയ സ്റ്റാറൊക്കെ വാങ്ങിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ടൂ സൈഡ് എന്തി അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അവനത് ഇവിടെ കൊടുത്തിട്ടോ. യെസ്, നമ്മുടെ ജോമോൻജി മർമ്മപ്രധാനമായിട്ടുള്ളൊരു സാധനം കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ആരും സോഡയിലോട്ട് നോക്കണ്ട, സോഡ അല്ല. നമ്മുടെ ക്രിസ്മസ് ആവുമ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഞാൻ കണ്ടായിരുന്നു. ഓ അതെടുത്തില്ലേ ഫുഡ്. അത് പിന്നെ സമാധാനം താഴത്തിനുണ്ടല്ലോ. ഫുഡ് പിന്നെ അടിച്ചിട്ട് സത്യമാണ്. കീഴ്വഴക്കം അങ്ങനെയാണല്ലോ. അതെ, പക്ഷെ കീഴ്വഴക്കം എന്ന് പറയുമ്പോഴല്ലോ, അല്ല കീഴ്വഴക്കം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ആവുമ്പോൾ ഫസ്റ്റ് അല്ലെ കേക്ക് കട്ട് ചെയ്യണം, വൈൻ കുടിക്കണം. വൈൻ നമ്മൾ നേരത്തെ കുടിച്ചെങ്കിലും സെലിബ്രേഷൻ വൈൻ കുടിച്ചില്ല. സെലിബ്രേഷൻ റമ്മല്ല, ക്രിസ്മസ് സെലിബ്രേഷന്റെ വകയായിട്ടുള്ള റമ്മ. സോറി എല്ലാം എന്നാ പൊട്ടിച്ചോ. അത് കഴിഞ്ഞിട്ട് മതിയുടെ ഒരുക്കങ്ങൾ. അപ്പൊ ഒരുക്കങ്ങളൊക്കെ പടപടയെന്ന് നടക്കും. അത് കൂടുതൽ ഇതൊന്നും വേണ്ട. ജോമോൻജിക്ക് ഒരു സർപ്രൈസ്. ഇതാണ് നമ്മുടെ വൈൻ. ഓ വാവ്, അത് ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ മെയിൻ ഹൈലൈറ്റ് ഇതായി ഇവനാണ്. മാജിക് മൊമെന്റ്സ് ലെമൺ. റൂം അലങ്കരിക്കുന്ന മുമ്പായിട്ട് നമ്മളൊന്നും അലങ്കരിക്കണ്ടേ? അതെ, ആ പറഞ്ഞത് വളരെയധികം യുക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് എന്തായാലും ഓരോന്നും മിന്നിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ റാങ്കി? എല്ലാത്തിനും അധികം കാണുന്നൊരു വെറുത്താണ് ഇത് കേട്ട് കേട്ട്. മറ്റേ ജഗതി പറയുന്നല്ലോ, നീ പൊട്ടിക്കടാ തേങ്ങ ഉടക്കടാ തേങ്ങ ഉടക്ക. ഞങ്ങൾ വെള്ളം അടിക്കുന്ന ആരും കാണണ്ട. ഓഹോ, അപ്പൊ എല്ലാരും കാണുന്നു. ഒരെണ്ണം മറക്കാൻ പോയപ്പോ എല്ലാം തുറന്നു പോയി. വൈനാണോ ലെമൺ ആണോ അടിക്കണ്ട? അതിന് വൈൻ അടിക്കാം. ഓക്കെ, ഞാൻ ട്രങ്കിന്റെ വേല ചെയ്യുകയാണ്. സ്റ്റിക്കർ കഴിഞ്ഞ പരിപാടി. ഇനി ട്രങ്കിന്റെ ഗ്ലാസ് മാറിപ്പോയെന്നുള്ള പേടി വേണം. അല്ല, എന്റെ ക്ലാസ് എനിക്ക് സൂക്ഷിക്കണം. പറഞ്ഞത് ഇനി പഴയ പോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കാര്യം. മനുഷ്യൻ കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ കഴിച്ചു. 2.5 വർഷം മാസ്കിനകത്ത് ഒതുങ്ങി കൂടിയ ഞാൻ ഓഫീസിലുള്ള കാര്യം പറയുന്നത്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തോട്ട് ചാടിയുള്ളൂ. അപ്പോഴേക്കും താങ്കളാ ഇങ്ങനെ താങ്കളാണ് പൊട്ടിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി. പൊട്ടിച്ചു ജോനടി ഒരിക്കലും ചെയ്യുന്ന മോശം. ഞാൻ അനുവദിച്ചിരിക്കുന്നു. അതിന്റെ അളവൊക്കെ പറഞ്ഞോളാം. കള്ളിന്റെ മണം ജോന്റെ കൂടെ പണിക്ക് പോകാറുണ്ടോ? അതാണ് അളവൊക്കെ കറക്റ്റ് ആണ്. ഒഴി കറക്റ്റാണെങ്കിൽ ഞാൻ കൂടെ കൂടും. കൂട്ടി ഒഴിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇനി വരുമല്ലോ. വേഷം കെട്ട് കാണിച്ചത് മറിച്ച് കളയും. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഫസ്റ്റ് റൗണ്ട് മൈക്ക് വേണ്ടി നമ്മൾ ജോമോൻജിയുടെ വീട്ടിൽ വെച്ച് ഒരു തവണ വെച്ചു. അത് അൺഒഫീഷ്യൽ ആയിരുന്നു കേട്ടോ. ബട്ട് ദിസ് ഇസ് ദ റിയൽ തിങ് ആൻഡ് ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദിസ് ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ. Cheers and cheers to you. Merry Christmas. പറയാൻ പറ്റില്ല. ബ്രോക്കോളി. അതെ കറക്റ്റ് അല്ലേ? ബ്രോക്കോളി ഞങ്ങൾക്ക് ഞാൻ ഫീൽ ചെയ്യുന്നത് കറക്റ്റ് ബ്രോക്കോളി ഉണ്ട്. അതിൽ ഇതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ചിലപ്പോ കൂടി എരിയില്ലല്ലേ? വേറൊരു കാര്യമുണ്ട്. അവർ നടത്തുകയാണോ? അതെ, ഇത് പക്ഷെ ടേസ്റ്റ് ബ്രോക്കോളിന്റെ അതൊരു വ്യത്യാസമില്ല. അപ്പോൾ
കാര്യങ്ങളൊക്കെ അവിടെ ഈ സമയമില്ല കാണാനായിട്ട് നമുക്ക് നമ്മുടെ അലങ്കാര വസ്തുക്കളിലുള്ള ഡെക്കറേഷൻ പരിപാടി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വള്ളി കയറി പിടിച്ചിട്ടുണ്ട്, കാട്ടുവള്ളി. ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇല്ല. ആഹാ, എന്താ ഈ കുടഞ്ഞുടഞ്ഞ് ഇടുന്നത്? കുറുമ്പ. അഴിച്ച് പലതാണ്. അതെ, എന്നിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാം ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ജോമോൻജി ഇവിടെ ലൈറ്റിന്റെ പരിപാടിയാണ്. അതെ, കുരുക്കഴിക്കാനായിട്ട് ഇച്ചിരി പടം ഇത് കുരുക്കഴിക്കാനായിട്ട് വല്ല ഇല്ല, നമ്മളുമായിട്ട് ഒരുപാട് കുരുക്കപ്പെടുത്ത അയച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഡ്രങ്കൻ പണ്ട് വിട്ടേ കുരുക്കഴിയന്. ഇവന്മാരെ തമ്മിൽ കൂട്ടിക്കെട്ടിയുള്ളൂ. അപ്പൊ അടിപൊളിയായിരുന്നു. നേരെ കിടന്നിട്ടൊരു ശോകമായിട്ട് കിടക്കും, തളർന്നുറങ്ങിയതുപോലെ കിടക്കും. ജോമോൻജി ഇപ്പോഴും കുരുക്കഴിച്ച് കഴിഞ്ഞില്ല. ഇനി ഡ്രങ്കൻ ഇറങ്ങണം. ഇത് പണി തന്നെയാണ്. ഞാനിപ്പോ മീൻ വല വീശാണെങ്കിൽ ഇപ്പൊ വീശി കഴിച്ചിട്ട്. അതെ, ഇത് വല വീശാൻ കുരുക്കി അതഴിച്ചു വരുമ്പോ അപ്പുറത്ത് അവിടെ നിന്ന് മുട്ടുന്നു. ഇത് ക്രിസ്മസ് കഴിയും ചിലപ്പോൾ വീട്ടിൽ വരും, അല്ലെങ്കിൽ പിന്നെ കുരുങ്ങി പോകും. പറഞ്ഞത് ന്യൂ ഇയർ വരെ ഇതുകൊണ്ട് എത്ര അടിച്ചാലും അവരെ കിട്ടുള്ളൂ. ഇത് നല്ല അടുക്കായിരുന്നു. നേരമായിട്ട് തുടങ്ങിയ പരിപാടി അയക്കാനായിട്ട്. ഒന്ന് വീശിയിട്ട് ഇത്ര കിട്ടിയുള്ളൂ. അതേതായാലും ഊരിപ്പോയതല്ലേ? അത് സാരമില്ല, ഏതോ ഒന്നിന്റെ ഇത് പ്രസ് ചെയ്ത് വെച്ചാൽ അങ്ങനെ ആയിരിക്കാം. അപ്പൊ ജോലിപ്പുറത്തോ ഇന്ന് സാരി മടക്കാം നമ്മൾ രണ്ടുപേരും കൂടെ. പ്ലഗ് പോയിന്റ് എവിടെ? അപ്പുറത്തോടെ ഇവിടെ ഉണ്ടല്ലേ? ഞാൻ ഇവിടെ മാറിക്കട്ടെ, എന്നിട്ട് ടെസ്റ്റ് ചെയ്യും. ഇവിടെ പ്രസ് ചെയ്ത് എന്താണ് ഡ്രങ്കൻ ചെയ്തെന്ന് പരിങ്ങുന്നത്? എന്താ പരിപാടി? ഈ മഞ്ഞ സാധനം നോക്കിയിട്ടാണ് മഞ്ഞ സാധനം അതിലോട്ടുള്ളതാണ് ഡ്രങ്കന്റെ ഈ പോക്ക്. സംഭവം കൊള്ളാം, കണ്ണടിച്ചു പോകും കുറെ നേരം നോക്കിയിരുന്നെങ്കിൽ. ഡ്രങ്കൻ നിന്ന് കത്തുന്ന പോലെ ഉണ്ട്. രണ്ട് കേക്ക് അതോട് ഒന്ന് ബൾബിൽ ഈ വന്ന ബൾബിൽ എന്താണ് ഡ്രങ്കൻ ജി ക്രിസ്മസ് റൂമിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുകയാണ്. നമ്മുടെ മധ്യലോകം ഇവിടെ ആണ്. അപ്പോൾ നമ്മുടെ ബ്രദേഴ്സ് അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം സജ്ജീകരണങ്ങളും റെഡിയാക്കി ആട്ടി വിടല്ലേ ഡ്രങ്കൻ ജി, ചതിക്കല്ലേ? അല്ല, എന്നാലും പടപടയെന്ന് പൊട്ടുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് കേക്ക്. ഇത് നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ സിവാറാം. സോറി, സിവാറമ്മ. ആരും എന്തായാലും ഒന്നും പറയാത്തത്, എല്ലാം കിക്കായിട്ടിരിക്കണം. ഞാൻ തെറ്റി പറഞ്ഞിട്ടു. ഇനി എന്താ തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എല്ലാം ബ്രോക്കറിനെ പറയത്തുള്ളൂ. എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെറി ക്രിസ്മസ് മിസ്റ്റർ ഡ്രാഗൻ. മീശയൊക്കെ പിരിച്ചു വെച്ചിരിക്കുന്നത് ആര്? കുറെ നേരം എനിക്കൊരു പരിധി മുറിപ്പിക്കാനുള്ള പരിപാടി. അതെ, ജോലി എടുത്തോളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.
അപ്പൊ ഡ്രങ്കൻജി കേക്ക് എല്ലാം കട്ട് ചെയ്ത് താങ്കൾ കുറെ നേരമായിട്ട് ആ ലെമൺ അടിക്കണമെന്ന് കുറെ നേരമായിട്ട് പറയുന്നു. അതിനുശേഷം താങ്കൾ ഇപ്പൊ കേക്ക് വെട്ടി പിരിഞ്ഞാണല്ലോ. കേക്ക് വെട്ടി വേറെ വിശന്ന് പണ്ടാണല്ലേ? അതെ പറയുന്നില്ല. അപ്പൊ ജമനി നമ്മുടെ ലെമൺ അങ്ങ് പൊട്ടിക്കാം. താങ്കളുടെ ഉത്തരവാദിത്വത്തിലൊക്കെ തന്നിരിക്കുകയാണ് അതെല്ലാം. അവരോടെ പോയി അടിപൊളി. മതിയടാ, കുറച്ച് വെക്കടാ. ഒന്നാമത് കട്ട വൈനൊക്കെ അടിച്ചിട്ട് മനസ്സ് മടുത്തിരിക്കുകയാണ്. ഡ്രങ്കൻജിന്റെ ഡാൻസും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. എന്താണെന്ന് ചീസുണ്ടേ? ഞാനും സോഡ തരങ്ങി. അതെ, സോഡ സർബത്ത് എന്ത് വേണേ പറയാം. ഓക്കെ മിസ്റ്റർ ഡ്രാഗൻജി, അടിക്കല്ലേ സത്യം പറഞ്ഞു. കാരണം കുറെ നേരം പച്ചവെള്ളം കുടിക്കാതിരിക്കും. ഇത്ര നേരം കാട്ട വൈനും ബ്ലോക്കോൾ പോലത്തെ വൈനൊക്കെയാണ് അടിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്നിരുന്നാലും ഈ ചെറുക്കനെ ഒഴിച്ച ഒരു ഇത്തിരി കാലത്തിലുമായി പോയി. പക്ഷേ ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു. ഓ ഡ്രങ്കന്റെ ആത്മാവിനും ഇവനൊക്കെ മാപ്പ് കൊടുത്തിരിക്കുന്നു, എടുത്ത് കമ്മയിച്ചത്. അപ്പൊ you all once again. Yeah. പെട്രോൾ എടുത്ത് കുടിച്ചത് പോലെ ഉണ്ട്. അല്ല, ഞാൻ അതിലേക്കാണ് കടക്കാൻ പോയത്. കുറച്ചു മുമ്പ് വരെ കേക്ക് മതിയായിട്ട്, ആദ്യത്തെ റൗണ്ട് കേക്ക് മതിയായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്, വെറുതെ കളയാൻ വേണ്ടി വെച്ചിരുന്നത്. പിന്നെയാണ് പറഞ്ഞത് വെള്ളത്തില് ടച്ചിങ്സ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പൊ ഈ സാധനം അല്ലാതെ വേറെ ഒന്നും ഇല്ല ടച്ചിങ്സ്. ആര്? ചിക്കൻ കറിയാ? ചിക്കൻ കറി അവിടെ അല്ലല്ലോ, അവിടെ അല്ലേ കബോർഡിനകത്തല്ലേ ചിക്കൻ കറി? അല്ല, അത് ഫുഡല്ലേ? ടച്ചിങ്സ് വെള്ളം അടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളത്. അത് ഇതൊക്കെ തന്നെ അല്ല. പിന്നെ പിന്നെന്തിനാ ഈ ഫുഡ് മേടിച്ചിട്ട് വന്നു? ഈ ഡ്രങ്കിന്റെ ഒരു ബുദ്ധികളെ. അതാണ് അതിന്റെ രീതി. അതെ, പിന്നെ ഇത് കാണാൻ വെച്ചിട്ട് അവസാനം മറന്നു പോകും. അതെ, എങ്ങോട്ട് മറന്ന് അങ്ങോട്ട് പോകുന്നല്ലേ? അതിലേക്കായി വന്നു. അതെ, ഇത് പണ്ട് കാലം തൊട്ടേ അല്ലെ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ്. പക്ഷെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ 2 ബ്രെഡ് കഴിച്ച് ബ്രെഡ് അതോടെ തീർന്നു പോയി, ബാക്കി ഇനി ഇല്ല എന്ന് തോന്നുമ്പോ അത് നല്ല ടേസ്റ്റോടെ നമ്മൾ ആർത്തിയോടെ എടുത്ത് കഴിക്കും. അതങ്ങനെയാണ്. ഇതിനേക്കാളൊക്കെ ഭേദമാണത്. പ്രകൃതി അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. എന്തിനാ ആവശ്യത്തെ ഒഴി ഒഴിക്കുന്നത് അല്ലേ? ഇനി ചെറുതെ ഒഴിക്കാവുള്ളൂ കേട്ടാ. ഒന്നാമത് സോഡയ്ക്ക് തണുപ്പില്ല. അതെ, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതി വരും. എല്ലാവർക്കും ഡ്രങ്കന്റെ ഈ ഫുഡ് അടിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജോമോൻജിക്ക് ബർത്ത്ഡേയെ കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട്. പറഞ്ഞോളൂ മിസ്റ്റർ ജോമോൻജി, എന്താണ് താങ്കൾക്ക് പറയാം? എന്തും പറയാം. ഇവിടെ MDTV എന്ന് പറയുമ്പോൾ വളരെ ഓപ്പൺ ആണ്. അന്നോ ഡ്രങ്കൻജി വിരല് കടിച്ചു പറിക്കുന്നത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്രയും പേര് എനിക്ക് വിശ്വസ് ചെയ്യുന്നത്. അതെ, അതാണ് നമ്മുടെ ചാനല്. അതെ, ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അതെ, അത്രയും പേര് എനിക്ക് എത്ര പേർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷസ് ചെയ്തവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് സോറി. ഇപ്പം ഞാൻ പറയുന്നു, എല്ലാവർക്കും താങ്ക്സ്, എല്ലാവർക്കും താങ്ക് യു. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, എന്നെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. കാരണം MDTV എന്ന് പറഞ്ഞാൽ ഡ്രങ്കനും MDയും മാത്രമല്ല, നമ്മുടെ ജോമോൻജിയും. എത്ര പേര് ജോമോൻജി എന്ത് നിങ്ങൾ 3 പേര് ചെയ്യുന്നുള്ള വീഡിയോ വേണം? എത്ര പേര് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട മിക്കവരും ചോദിച്ചിട്ടുണ്ട് ഒരു തവണയ്ക്ക്. അപ്പൊ അതാണ് MDTV എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമല്ല, ജോമോൻജി, നമ്മുടെ വാട്ടർമാൻ, എല്ലാരും കൂടെ ചേരുന്നതാണ് MDTV. എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ.
ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ ആദ്യമായിട്ടാ തീർച്ചയായിട്ടും ഈ ചാനലിന്റെ അല്ലേ? അതെ അതെ ആ. അങ്ങനെ നിങ്ങൾ കുറച്ച് പറയരുത്. അതെ, ഇത്തവണത്തെ MD യുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഇത്തവണത്തെ ഡ്രങ്കന്റെ മദ്യദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ലോക മദ്യദിനമാണ്. അന്ന് ബാറില്ല, പണ്ട് വണ്ടി എടുക്കാൻ പോയിട്ട് വന്ന പോലെ വണ്ടി എടുക്കാൻ പോയിട്ട് ഉള്ള ബാറിലൊക്കെ ഓടിച്ചു കയറ്റിയിട്ട് അടച്ചിട്ട് എന്ത് പറഞ്ഞു മദ്യദിനം, മദ്യവിരോധ ദിനം. അങ്ങനെ ഒരു ദിവസം ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ അതുപോലെ പോകും. അതല്ല, അതെന്തെന്നറിയോ സംഭവം? അത് സംഭവം എന്താണെന്നറിയോ? ഞാനിപ്പോ വെള്ളം അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പോകുമ്പോ ആദ്യം എന്നെ ചോദിക്കും ഡ്രങ്കൻ ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ഔദ്യോഗികം ഉണ്ടോ? അപ്പൊ ഡ്രങ്കൻ പറയേ ഒന്നുമില്ല, ഒന്നും കൂടെ നോക്കും. കലണ്ടർ ഉണ്ടല്ലോ, കലണ്ടറൊക്കെ നോക്കിയിട്ട് പറയും ഒന്നുമില്ല. എന്നിട്ട് വൈകുന്നേരം പോകുമ്പോ പറയും മദ്യവിരുദ്ധ ദിനം. എന്തിനാണ്? പക്ഷേ ഇന്നത്തെ കാലത്ത് MDക്കും ഡ്രങ്കനും മദ്യവിരുദ്ധ ദിനമായാലും മദ്യ നിരോധന ദിനമായാലും എന്ത് കിണ്ടിയാലും നമ്മൾ അടിക്കുന്ന ദിവസം നമുക്ക് അടിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ സാധനം സ്റ്റോക്ക് ഉണ്ടാവും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല അങ്ങനെ കൊണ്ട് പറയുമല്ലോ, ടാക്സ് കൊടുത്ത് മേടിച്ചിട്ടാടാ. സത്യമാണ്. പിന്നെ അല്ലേ അതെ, അത് പറയുന്ന കാശെന്നല്ല, എത്ര കാശ് കൂട്ടിയാലും മേടിച്ചിരിക്കും. അതെന്ത് വിദ്യയല്ലേ ഇതൊക്കെ ലോകത്തിന്റെ, കേരളത്തിന്റെ. എന്തായാലും പോട്ടെ, ഈ ടാക്സിലാ പോകുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാർക്ക് പോകുന്നത് പൊക്കോട്ടെ. അതെ, ഈ പറഞ്ഞ പോലെ പെൻഷൻ വകുപ്പിൽ പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ. അതെ സത്യം. പക്ഷെ ഈ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് കേരളത്തിൽ രക്ഷയില്ല അല്ലേ ഡ്രങ്കൻജി? ചിക്കൻ വില കൂടുതൽ. ചിക്കൻ വില കൂടുതലാണ്. എന്താണ് ചിക്കന് വില കൂടുതൽ? എന്തായാലും ഡ്രങ്കൻജി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങള്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര കാര്യമാണ്. അതെ, പുള്ളി കൈകാര്യം ചെയ്തിരിക്കുന്ന കാര്യം. അതെ, പുള്ളി അതിനെ കുറിച്ചാണ് ചിന്ത മുഴുവൻ. അങ്ങനെ പറഞ്ഞത് അല്ല, ഇതൊരുമാതിരി പണ്ട് ഞാൻ മദ്യത്തെ കുറിച്ച് ഞാൻ വാചാലാണ്ട് ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡ്രങ്കൻജിയോട് ശരിയല്ലേ ഡ്രങ്കൻജി എന്നൊരു ചോദ്യം മാത്രം ചോദിച്ചു. അപ്പൊ ഡ്രങ്കൻജി പറഞ്ഞ പറച്ചിൽ ഇതേപോലെ ആയിരുന്നു, ബീഫ് ഫ്രൈ അടിപൊളിയാ. നിങ്ങൾക്ക് ആ വീഡിയോ ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ വീഡിയോ ഇത്തിരി ട്രെൻഡിങ് ആയിരുന്നു. ഡ്രങ്കൻജിയുടെ ആ ഒരു ഡയലോഗ് കൊണ്ട് ഡ്രങ്കൻജി ഫിനിഷ് ആയിട്ടാ. ഞാനിത് തുടങ്ങിയിട്ടില്ല കേട്ടാ. നീ കഴിക്കണേ കഴിച്ചാൽ മതി. നീ കഴിക്കണേ കഴിച്ചാൽ മതി. എനിക്ക് വെച്ചിട്ട് വരാം. അതെല്ലാവർക്കും മനസ്സിലായി. എല്ലാരും പാതി വഴി ആയാലെങ്കിലും ഡ്രങ്കൻ ഫിനിഷ് ഓഫ് ആയി. അടുത്ത ബ്രെഡ് എടുത്ത് തൊട്ട് കൊടുക്കണേ ഡ്രങ്കൻജിക്ക്. ഇടട്ടെ ബ്രെഡ് ചോദിക്കണം എന്നല്ലേ? ഒഴിക്കാൻ പോലും അന്ന് അടുത്ത റൗണ്ട് ഒഴിച്ചിട്ട് അടിച്ചാൽ മതി. എടാ ഈ ഒഴിച്ചിട്ട് അടിച്ചിട്ട് കഴിക്കട്ടെ, അടുത്ത ഒഴിക്കട്ടെ, അടുത്ത ഒഴിച്ചടിക്കാം. തന്നെ അവിടെ വെച്ചേ നിക്കണം. അങ്ങോട്ട് പോലെയാണോ ഒരു പൂച്ച മീനും കൊണ്ട് പോണ പോലെ പോള പോക്ക്. ഡ്രങ്കൻജി വാടോ, പിണങ്ങലോട് വാടോ. ഭക്ഷണത്തിന് മുമ്പിൽ ഒരു കോംപ്രമൈസും ഇല്ലല്ലേ? ഓക്കെ, അതവിടെ സെറ്റില്ല. ഇനി ഞാനൊന്ന് ഫുഡ് കഴിക്കട്ടു. എത്ര നേരം അവിടെ ഞാൻ വെക്കാനാ ഒരു രക്ഷയില്ല. ഇനി എന്താ തനിക്കിനെ അടിക്കാൻ അവസരം, കഴിക്കാൻ അവസരമില്ല. ഇനി ഫുഡ് അടിച്ചിട്ട് അടുത്ത റൗണ്ട് മയക്കൂടി ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ എല്ലായിടും അതിനെങ്കിലും വെറുതെ വിടുറോ? എന്തൊരു ജീവി ഡ്രങ്കൻ. അപ്പൊ നമ്മുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ പെപ്പർ എല്ലാം കലർത്തി എരിവ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ലപോലെ പെപ്പറൊക്കെ വാരി വെതറി ഇട്ടിട്ടുണ്ട്. സംഭവം നമ്മള് ഇതുവരെ ഒരുപാട് കടകളിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സാധനം കഴിച്ചിട്ടില്ല. അതെ, എന്നാ എനിക്കൊന്ന് കഴിച്ച് നോക്കണമല്ലോ. ആ അമ്മച്ചിയുടെ മകൻ എന്ന് മെച്ചി നടക്കുക. പക്ഷെ എങ്കിലും പക്ഷെ അടിപൊളി സംഭവം. അതെ, ഡ്രങ്കൻ എങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനിന്ന് പണ്ടാറുള്ള നല്ല ടേസ്റ്റ്. അതെ, അമ്മച്ചി അല്ല ഡ്രങ്കൻ എന്താണെന്നറിയോ? അത്രയും ടേസ്റ്റ് വന്നു. നല്ലപോലെ വിശന്നിരിക്കുകയാണ്. ഡ്രങ്കന്റെ പരവേശമൊക്കെ ഞാൻ കണ്ടതാ. നമ്മൾ കഴിക്കുന്നതല്ലേ, നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ സവോള അരിഞ്ഞിട്ട് ഉള്ള മധുരമായിരിക്കും. ചിക്കൻ എരിവൊന്നും കാണാത്ത പോലും ഇല്ല. ഞാൻ ഫസ്റ്റ് റൗണ്ട് എടുത്ത് വെച്ചാ നല്ല എരിവട്ടാ. വെച്ച് പണി വെച്ചതാണോ എനിക്ക് അറിയത്തില്ല. കുരുമുളക് കേട്ടിട്ടിരിക്കല്ലേ? കുരുമുളക് ഒത്തിരിട്ടുണ്ട്. അതെ, കിട്ടോ കുരുമുളക് ഒത്തിരി കുരുമുളക് ഇരിക്കട്ടെ, നല്ല. അതെ, സംഭവം പൊളിയാ. ഓക്കെ, ആണല്ലേ? കാര്യം
അപ്പൊ എരിവിന്റെ കാര്യത്തില് നമ്മുടെ വീട്ടിലൊക്കെ തേക്കുന്ന പോലെ തന്നെ നല്ല മസാല കൂട്ടും. പ്രത്യേകിച്ച് ഞാനിപ്പോ ഒരു മതത്തെ ജാതിയൊന്നും ഇതാക്കി പറയില്ല. മസാല കൂട്ടൊന്നുമല്ലേ ഇതിന്റെ അകത്ത് നല്ല ടേസ്റ്റി. അതെ, പിന്നെ പറയാം. എന്തുവാ അപ്പൊ ഞാൻ മതത്തെയും ജാതിയൊന്നും പൊക്കി പറയും താഴ്ത്തി പറയും ഒന്നും അല്ല. അതിനെ കുറിച്ചൊന്നും പറയണ്ട. തനിക്ക് എന്താണ് ഇതാണ് ഡ്രങ്കൻ കൊലച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കുന്നത്. നിങ്ങളിൽ പല പേരും ഭൂരിപക്ഷം പേരും പറയും, ലൈവിലായാലും പറയും ഡ്രങ്കൻജി ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഡ്രങ്കൻജി ഒന്നും പറയുന്നില്ലല്ലോ, ഡ്രങ്കൻജിക്ക് പറയുന്ന അവസരം കൊടുക്കുമെന്നൊക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഡ്രങ്കൻജി പറഞ്ഞു തുടങ്ങിയുള്ള പ്രശ്നമാണ്, ആരെക്കൊണ്ടും പറയിപ്പിക്കത്തില്ല, അല്ലെ? അതെ, അതാണ് ഇതിന്റെ ഒരു സൈക്കോളജി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ജാതിയും മതമൊന്നും അല്ലെങ്കിൽ മിണ്ടലുള്ള പദ്ധതി ക്രിസ്മസ് സെലിബ്രേഷൻ. അല്ല, ഞാൻ പറയാൻ പറയട്ടോ. അടുത്ത ഡ്രങ്കൻ ഒഴി ഞാൻ പറഞ്ഞു ഒഴിച്ചിട്ടേ ഉള്ളൂ പരിപാടി. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൂ അല്ല പിന്നെ ഒരെണ്ണം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തത്വം മൊത്തം പറഞ്ഞത്. കുറച്ച് മതി. എനിക്ക് മതി. ഒരു സോഡ കൂടെ ഇല്ലായിരുന്നോ? ഇനിയിപ്പോ വെള്ളം ഒഴിക്കുന്നത് സോഡ ഒഴിക്കുന്നത്. പണ്ടാണ് നോട്ട് കയറി പൊട്ടിക്കട്ടോ. അവന് വേണ്ട. ഹലോ, വീട്ടിൽ അത്രയാണ് ചുമ്മാ അച്ഛൻ പിടിച്ച എനിക്കറിയത്തില്ല. ഡ്രങ്കന്റെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല. ഡ്രങ്കന്റെയും ഡ്രങ്കന്റെ ഫാദറിന്റെയും പേര് ഏകദേശം ഒന്ന് തന്നെ. അപ്പൊ രണ്ടുപേരും പോകുമ്പോൾ വേണ്ടി കാര്യം വിളിച്ച് രണ്ടുപേരും തിരികെ നോക്കും. അതെന്താണ് പേര്? ആ പേര് അതാണ്, പക്ഷെ ഇത് പേഴ്സണൽ ആരും പറയുന്നില്ല. ഓ, അങ്ങനെ ഈ മറ്റേ അപ്പന്റെ പേരിൽ തന്നെ മകനെ അറിയപ്പെടും. സത്യം നല്ല കാര്യം കേട്ടോ. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി എപ്പോഴും നമ്മുടെ താരിക്കണം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ല, അത് അങ്ങനെ ഉണ്ട്. കാരണം ഇപ്പൊ എന്റെ ഒരു എന്റെ കൂട്ടുകാരനായിട്ടുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ഒരു അവധി ദിവസം കിട്ടുമ്പോഴത്തേക്കും നേരെ ഇവരെ ചെന്ന് വിളിക്കുന്നത് ഇവന്റെ അപ്പന്റെ പേര് വെച്ചിട്ടായിരിക്കും. അതെ, ഇവന്റെ അപ്പനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ബാധിക്കുന്നു. ഇവൻ ഇതിന്റെ അപ്പനെ ഇറങ്ങി ഇവന്റെ പേരെന്താണെന്ന് നമ്മൾ ആലോചിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം നമ്മള് കൂടുതലും ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടാണെങ്കിലും അപ്പന്റെ പേര് വിളിച്ച് ഇടിച്ചു കൊണ്ടുപോകുന്നു. അതെ, അപ്പനെ വിളിച്ച് ശീലിച്ചിട്ടുണ്ട്. അങ്ങനെ പറ, അപ്പന്റെ പേരെന്നല്ല അപ്പനെ വിളിച്ച് ശീലിച്ചിട്ടുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സിന് മാത്രമേ അപ്പനെ വിളിക്കാനുള്ള യോഗ്യതയുള്ളൂ. സത്യമാണ്. ഇപ്പൊ നിന്റെ അപ്പൻ എന്ന് വിളിക്കണമെങ്കിൽ അത്രയും ഇന്റിമേസി ഉണ്ടാകണം. തിരിച്ചു പറയും. ഒരുത്തൻ കളിക്കൂടെ അപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടികൊടുക്കും. പിന്നെ സംശയമുണ്ടാ ഡ്രങ്കൻ? അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു. കമൺ ഡ്രങ്കൻ ചെയ്യാം, ജോമൻ ചെയ്യാം. അല്ല, ആരെങ്കിലും എടുക്കുക. ഞാനാണ് ഇടയ്ക്ക് കുത്തിരിപ്പുണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇത്രയൊക്കെ നിങ്ങൾ കേട്ടു. ഒറ്റ വീഡിയോ അല്ല, കട്ട് ചെയ്യുന്നില്ല. വീഡിയോ ആയിട്ട് നമ്മൾ കട്ടിക്കൊന്നുമില്ല. നമ്മൾ നാച്ചുറാലിറ്റി ഇപ്പൊ ഓർമ്മ അടിക്കണം തോന്നി ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടൊന്ന് വേറെ മനസ്സിലായി. ജോമൻ ജി ബാക്ക്ഗ്രൗണ്ട് കാണിച്ചോട്ടെ. ഞാൻ പറഞ്ഞ ജാതിയുടെ പണ്ടിതാണ് എന്നെ കൊണ്ട് പറയാൻ സമ്മതിച്ചില്ല. ഞാൻ മറന്നുപോയി. അതാണ് എന്റെ സംഭവം. ഫുഡ് കഴിച്ച് പോകാൻ ഞാൻ ജാതി മറന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദുക്കളെക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മതത്തിന്റെ പ്രശ്നമല്ല പറഞ്ഞത്, അവരുടേതായിട്ടുള്ള പൊടിക്കൈകളും രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത്. താരതമ്യേന അങ്ങനെയാണ്. മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് കൂടുതലും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, നെയ്യും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവർ കൂടുതൽ പറയുന്നത്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും അത് അടിയുറച്ച് പറയുകയാണ് ക്രിസ്ത്യൻസ് ആണ്. അതിനകത്തൊരു വ്യത്യാസമില്ല.
കാരണം നമ്മളൊക്കെ ഒരുപാട് ക്രിസ്ത്യൻസ് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ആ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയുകയാണ് അവരുടെ ഫുഡാണ് ബെസ്റ്റ്. അവരുടെ ഇവരുടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സഹോദരങ്ങളുടെ ഫുഡാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞു. അവന്റെ അമ്മ ഉണ്ടാക്കിയത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല് അതൊരു ചെറിയൊരു കാറ്റഗറൈസേഷൻ നടന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ സഹോദരന്മാരെ പറയാം, നമ്മളെല്ലാവരും ഒന്നാണ്, വേറെ ജാതി ഇല്ല, അത്രേ ഉള്ളൂ. വേറെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ഫാമിലി പരമ്പരാഗതമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്, ഒരു കൈപ്പുണ്യം, മറ്റുള്ള കാര്യങ്ങളും മറ്റേ എന്താണ് കുക്കിങ്ങിനോട്ടുള്ള ഒരു റെസിപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതീ പറഞ്ഞ പോലെ അത് ഇല്ല, വേറെ ആർക്കും കിട്ടത്തില്ല. വരുന്നത് ക്രിസ്ത്യൻ ഫാമിലീസ് ആയിരിക്കും, പിന്നെ മുസ്ലിം ഫാമിലീസ് അങ്ങനെ, ഹിന്ദുസ് കൂടുതലും അങ്ങനെ ആ രീതിക്ക് പോകും. അപ്പൊ അങ്ങനെ ആയിരിക്കും. അല്ല, അവര് ഇതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് വാങ്ങിക്കാന്ന് പറയുന്നത്. മതത്തില് അല്ല, ചിലപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ചിലപ്പോ ഇത് ക്രിസ്ത്യനെക്കാളും കൂടുതലും നന്നായിട്ട് വെക്കുന്ന ഒരു മുസ്ലിംസ് ഉണ്ടാകാം. നമ്മള് ചിലപ്പോ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്ന സദ്യ വെക്കുന്ന ഏറ്റവും നന്നായിട്ട് വെക്കുന്നത് ഹിന്ദുസ് ആണ്. ഓരോരുത്തർക്കും ഒരേ രീതി ഉണ്ടാ. അപ്പൊ അതുപോലെ നോക്കുമ്പോഴത്തേക്കും ചിലർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് ഫുഡ് റീജിയൻ കൊണ്ടുപോകുന്നത് ഇന്ന വിഭാഗക്കാരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് നോക്കുമ്പോഴത്തേക്കും നല്ലതാണ്. ഇവിടെ എന്ത് ബാർമാൻ എന്ന രീതിയിൽ ജോമോനോട് ഒരു ചോദ്യം, ഈ ലിക്കറിൽ ഏത് മതസ്ഥർക്കാണ് കൂടുതൽ? ലിക്കർ ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ വേൾഡിലെ ഏറ്റവും കൂടുതൽ ലിക്കറിന്റെ നെയിം വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ നെയിമിലാണ്. അപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല, എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചിലരുടെ പേര് ഇല്ലില്ല, വേണ്ട. നമ്മള് അങ്ങനെയല്ല ചോദിച്ചത്, നമ്മളൊരു സ്നേഹബന്ധത്തിന്റെ ചോദിക്കുന്നത്. നമ്മള് കഴിക്കും ദേശീയരായതുകൊണ്ട് കൂടുതലും നെയിം വന്നിരിക്കുന്നത് ലിക്കറിന്റെ. ഇതൊക്കെ എടുത്തിരുന്ന കൊള്ളാം, കഴിക്കാനല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഹിന്ദുസിന്റെ പേരിൽ ലിക്കർ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. പിന്നെ മുസ്ലിംസിന്റെ പേരിലും ലിക്കർ ഉണ്ടായിട്ടില്ല. അപ്പൊ കൂടുതൽ ലിക്കർ ഉണ്ടായിരിക്കുന്നത് ക്രിസ്ത്യൻസിന്റെ പേരിൽ തന്നെയാണ്. ആണല്ലോ. അപ്പൊ പിന്നെ അത് ഒഴിച്ച് വെച്ചിട്ട് എന്നെ ഈ സാമാനം പിടിപ്പിച്ച് ഇവിടെ നിർത്തേണ്ട വല്ല കാര്യമുണ്ട്? അടി ചിലപ്പോ അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല. ഈ പിന്നെ ഇതിച്ചിരി ഫിറ്റാ, ഇപ്പഴാണ് കൊണ്ടുപോവാ, നടത്തി കൊണ്ടുപോവാ, അല്ലെ കുറച്ച് കഴിഞ്ഞാൽ ചങ്ങലൊക്കെ ഇടേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ആദ്യമായിട്ട് റിസർച്ചിട്ടിരിക്കുക. ഈ ലിക്കറിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുസ് ആണ് മദ്യപിക്കുന്നത്, അങ്ങനെ നമുക്കില്ല. ഇത് താല്പര്യമുള്ള വ്യക്തികൾ അവർക്ക് മദ്യപിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ആരെയും നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. പിന്നെ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. ഏറ്റവും കൂടുതൽ സ്നേഹബന്ധങ്ങൾ വളരുന്നത് ഈ ഒരു കാര്യം അല്ലെ? ഒരു ആത്മാർത്ഥതയുള്ള കാര്യങ്ങൾ ഇതിൽ മാത്രമേ ഉള്ളൂ. അല്ല, പലർക്കും ഇല്ലില്ല, നല്ല ചെയ്തു. ഞാൻ പറയട്ടെ, പലർക്കും ഒരു ധാരണയുണ്ട്, വെള്ളം ഒഴിക്കുമ്പോ ഉള്ള മനസ്സ് വേറെ, അത് കഴിയുമ്പോൾ ഉള്ള മനസ്സ് വേറെ. അപ്പൊ പരിചയപ്പെടുന്നവരും അപ്പൊ കൂട്ടുകൂടുന്നവരും പിന്നെ ഓർക്കത്തിൽ നിന്നൊരു ധാരണയാണ്. അത് തെറ്റിദ്ധാരണയാണ്. സത്യം പറഞ്ഞാൽ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് മദ്യപിച്ച് ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ പറഞ്ഞത് നമ്മൾ എവിടെ പോയാലും പരിചയപ്പെടും. അല്ല, അവിടെ ഓപ്പൺ മൈൻഡാ. സത്യമാണ്, എന്തും പറയാം. സത്യമാണ്. നമ്മുടെ കാര്യങ്ങൾ വിഷമങ്ങളാണേലും സന്തോഷം ആരോടും പറയാത്ത കാര്യം എന്റെ മുമ്പിൽ ഞാനിപ്പോ തുറന്നു, എന്റെ മുമ്പിൽ എന്നെക്കാൾ പ്രായം കൂടിയ ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ കാര്യം വന്ന് പൊട്ടിക്കറങ്ങിയിട്ടുണ്ട് എന്റെ മുമ്പിൽ. ജോമനെ പറ്റി അങ്ങനെ ഈ മനുഷ്യനാണോ ആ മനുഷ്യൻ? ഈ മനുഷ്യനാണല്ലോ. അടിച്ചോ, മൂക്ക് മുങ്ങിപ്പോയിരുന്നു ഇപ്പൊ വരുന്നത്. ഞാൻ കരുതി മൂക്ക് മുക്കി മണത്ത് നോക്കാൻ പോണത്. ആർക്ക് ഹായ്? ഒരു മണിക്കൂർ അല്ല, അവൻ സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നു. അറിയാം ഓരോ ബെഗ് അടിക്കുന്നതിന്റെയും അത് കഴിക്കുന്നതിന്റെയും ലിമിറ്റിംഗ്. ഏത് നമ്മുടെ ഏതറിയോ? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇതുണ്ട് മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെ മറ്റൊരു പടമുണ്ടല്ലോ, സമ്മർദ്ദത്തിലെ അല്ല, നമ്മുടെ എവിടെ ഉണ്ടല്ലോ രക്തസാക്ഷികൾ സിന്ദാബാദ്. ഞാൻ പറഞ്ഞു, ഒരു പ്രയാസം വേണ്ട, നാഗവല്ലി മണിച്ചിത്രത്താഴ് അതിനകത്ത് പറഞ്ഞില്ലേ,
ഏത് നിമിഷത്തിൽ ഉണരും എന്നൊക്കെ ഗംഗയ്ക്ക് അറിയാം. അതേപോലെയാണ് ഏത് നിമിഷത്തിൽ കിക്കാവും എന്നൊക്കെ രോമഞ്ചിക്ക് അറിയാം. എത്രാമത്തെ പെക്കിൽ അടിച്ചാൽ അത് എത്രാമത്തെ പെക്കിൽ എത്രാമത്തെ സിപ്പിൽ അവൻ കിക്കാവും അറിയാം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? അടുത്ത പെക്കിന് വേണ്ടി ചോദിക്കണോ കച്ചവടത്തിന് വേണ്ടിട്ട്? അല്ല, വേണ്ട. അപ്പൊ പോട്ടെ അങ്ങനെ പറയും. അങ്ങനെ പറയുന്ന ആൾക്കാർ നമുക്ക് പേഴ്സണലി അറിയാം. അതെ, അതിനൊരുത്തനാണ് ഈ അടിക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡ്. ഞാൻ എത്രാമത്തെ പിക്കില് അതെ, കാരണം നമ്മൾ ഒത്തിരി കാലമായിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാം. ഒരാളുടെ ബോഡി ലാംഗ്വേജ് അറിയാൻ പറ്റും, സ്വാഭാവികം. അല്ല, ഞാൻ പറയുന്നത് ഒരു ലുലു മാളുടെ ജീവനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളെന്താ അറിയോ? ഒരു മദ്യപാനിയാണ് വിചാരിക്കും. അതെ, വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ് മദ്യപാനം. തീർച്ചയായിട്ടും. പിന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് ചെറ്റിപ്പോയി കഴിഞ്ഞാൽ പലതും സംഭവിക്കും. നമ്മുടെ കൈവിട്ടു പോകും, നമ്മുടെ കയ്യിലല്ല ഒന്നും. അത് ഈ പറഞ്ഞ പോലെ വാഹനം ഓടിക്കുന്നതായിക്കോട്ടെ, ഒരാളുടെ സംസാരിക്കുന്നതായിക്കോട്ടെ, ഒരാളോട് മെക്കെട്ട് കയറുന്നതായിക്കോട്ടെ, എന്താണെങ്കിലും അത് ഒരിക്കലും പാടില്ല. അത് മദ്യപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അതാണ് സെക്കൻഡ് ഓപ്ഷൻ. അതല്ല, ഈ പറഞ്ഞ മദ്യപാനമാണ് സെക്കൻഡ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ മദ്യപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കണം എങ്ങനെ മദ്യപിച്ചിട്ട് പിന്നീട് പെരുമാറാവും. അത് ഫസ്റ്റ് ഓപ്ഷനാണ്, അത് ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. അതിന്റെ പേരിലാണ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രിങ്ക് റെസ്പോൺസിബിളി. ആവശ്യത്തിന് മാത്രം കഴിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ ഉണ്ടാവും. അമിതമായിട്ട് മദ്യപിച്ചെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കില്ല. മദ്യം നിങ്ങളെ കീഴ്പ്പെടുത്തും. അതെ. അപ്പൊ നമ്മൾ പെരുമാറും. എനിക്ക് പണ്ട് ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോഴും എനിക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ വീട്ടിലെത്തിയത് പോലും എനിക്ക് അറിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഡ്രങ്കൻ അങ്ങനെയാണ്, കൊച്ചു പിള്ളേരുടെ മനസ്സാണ്, എല്ലാം വിശ്വസിക്കും. ചോദിച്ചില്ലേ നമ്മൾ അതെ, ചില സാമ്പ്രദായ മുമ്പിൽ എഴുതി വെക്കൂല, ജാതി കുടിക്കാൻ പാടില്ല. അതെ, ഡ്രങ്കൻ അങ്ങനെയാണ്, കളങ്കമില്ലാത്ത മനസ്സാണ്. ഇതാണോ പേട്ടി? നടുക്കിരിക്കുന്ന കസാരയാണ് ജോന്റെ, അല്ല ജോന്റെ അറ്റത്തിരിക്കുന്നത്. അതാണ്, ഞാനൊന്ന് ഭയന്നു. എണ്ണയൊക്കെ തെളിഞ്ഞു. ഇങ്ങനെയാണ് അല്ലെ, ഇങ്ങനെയാണ് സംഭവം ആഘോഷിക്കേണ്ടത്. ഇവൻ വിചാരിച്ചത് സത്യം, താൻ പറഞ്ഞത് ശരിയാണോ? ഈ പറഞ്ഞത് ശരിയാ, ഇങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്. വെള്ളവടി കഴിഞ്ഞിട്ടൊരു ഫുഡടി എന്ന് പറയുമ്പോൾ അത് ഒറ്റപ്പെട്ടു പോകും. ഇതാകുമ്പോ രണ്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രെഡ് നല്ലതാണോ? കാരണം ബ്രെഡ് എന്ന് പറയുമ്പോൾ ഈ കറിയൊക്കെ നല്ലപോലെ അങ്ങ് അബ്സോർബ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. എങ്ങനെ ഒന്നും കൂടെ കണ്ടില്ല, ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ടോ? ഭക്ഷണം എടുക്കട്ടെ. അവനെ കൊണ്ട് മതിയോ? ബാക്കി നമുക്ക് എടുക്കാം. ടാറ, അതെ, അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കൊണ്ട് അടിച്ചിട്ട് അതെ, ഞാൻ കേക്ക് തീർത്തിട്ടെന്ന് പോകത്തുള്ളൂട്ടാ. ഡ്രങ്കന്റെ കാൽക്കുലേഷൻ എത്ര മണിക്ക് ഇറങ്ങിയാന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇന്നത്തെ ദിവസമേ ഓർമ്മയില്ല. ഞാൻ ഇന്നത്തെ ദിവസം അങ്ങ് മറക്കുള്ളൂ തൽക്കാലത്തേക്ക്. തുറന്നു പറയാലോ, ഒരു ചെറിയൊരു കിക്കൊക്കെ, ചെറിയൊരു നല്ല രീതിയിലൊരു കിക്കൊക്കെ. കാരണം രണ്ട് തരത്തിലുള്ള വൈനാണ് അടിച്ചിരിക്കുന്നത്. ഒന്ന് സോയ, സുല, പിന്നെ ഇവൻ ശിവ. രണ്ടു തമ്മിൽ പേര് സാദൃശ്യമുണ്ടല്ലോ, ശിവന് ശക്തി. അതെ, പക്ഷെ ടേസ്റ്റിലൊരു സാമ്യം ഇല്ല. ജോമോൻജിയുടെ വീട്ടിലൊക്കെ സുല നിങ്ങൾക്ക് അതേ പേര് നല്ല ഫെമിലിയർ ആണ്, റെപ്യൂട്ടഡ് ആണ്, ഫേമസ് സാധനമാണ്. പക്ഷെ സിവ പേര് കേട്ടിട്ടുണ്ട്. സിവ എന്നുള്ളൊരു തുണിക്കട എനിക്കറിയാം ഇവിടെ. ആലപ്പുഴ സിവ എനിക്കറിയാം.
അപ്പോ സുല എന്നുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആ ഒരു ബട്ടർ ഫീൽ ഒക്കെ കിട്ടി. തണുപ്പ് നല്ല സൂപ്പർ ആയിട്ട് ചില്ലായിരുന്നു. അറിയാ ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലാതെ മറ്റേതല്ല റിവ്യൂ ഉള്ള കാര്യം ഞാൻ വാചാലനാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ എന്തായാലും സിബ എന്ന് പറയുന്ന സാധനം തനി ബ്രോക്കോഡ് ആണ് കേട്ടോ, തനി ബ്രോക്കോഡ്. പക്ഷെ ഇത് ബ്രോക്കോഡ് അല്ല, ഇത് അടിപൊളി സാധനം കേട്ടോ. ഇത് ഞാൻ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. ജോമോഞ്ചിയും ഡ്രങ്കൻജിയും ഇല്ലാതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 10 മണിക്ക് പോണ ഒരു ബാറിൽ പോയി ഫുഡും ഈ സാധനം കൂടാണ് കഴിച്ചത്. അപ്പൊ എന്തായാലും സാധനം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് റൗണ്ട് അത്ര ആസ്വദിക്കാൻ പറ്റിയില്ല, പെട്രോൾ കയറി പോണ പോലെ ഒഴിച്ചു തന്നു. പക്ഷെ അതിനുശേഷം ഒഴിക്കുമ്പോൾ നമുക്ക് എന്തും സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫീൽ കിട്ടും. ഇതുപോലെ തലക്കൊക്കെ ഏകദേശം പിടിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും ടച്ചിങ്സ് കേക്കിന്ന് മാറി നമ്മൾ നമ്മുടെ പ്രഭാത കർമ്മം ബ്രെഡും ചിക്കനിലേക്ക് നമ്മൾ കടക്കുക. അതെ, ഹോം മെയ്ഡ് ചിക്കൻ, അമ്മച്ചി ചിക്കൻ. അതെ, അപ്പൊ ഈ ക്രിസ്മസ് നമ്മൾ അമ്മച്ചി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് അമ്മച്ചിയുടെ കാര്യം പറയുന്നത് കുരുമുളകിന്റെ എന്തോ കാര്യം കുരുമുളക് വാരി വെതറിയിട്ടുണ്ടെന്നാ പറയുന്നത്. കുരുമുളക് തന്നെ ഉദ്ദേശിച്ചാ കണ്ടില്ല, ഞാൻ അപ്പുറത്തിരുന്നോനെ. അതെ അതെ അതെ, അറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞു, ഇവരും അറിഞ്ഞു. കുരുമുളക് അടിപൊളിയാ, കുരുമുളക് അടിപൊളിയാ. ഡ്രങ്കൻ എരിവിന്റെ ഉസ്താദ് മനഃപൂർവ്വം ഡ്രങ്കന് വേണ്ടിയിട്ടാണ് എരിവിട്ട് എടുത്തോട്ടെന്ന് ചോദിച്ചാൽ തന്റെ ആണല്ലോ ഇത് മുഴുവൻ. ഞാൻ ഇച്ചിരി എരിവ് ചാറൊക്കെ എടുത്തോ, ഞാനിതുകൊണ്ട് നിർത്തും മിക്കവാറും. പ്രസവമൊന്നുമല്ല, ഫുഡാ. പ്രസവോ? ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ ഇതുകൊണ്ട് നിർത്തുവാണ്. ഈ പ്ലേറ്റിൽ കാലുകളുടെ ബഹളമാണ്. ഒരു ലെഗ് ഫാനാണ്. അതെ, കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറയും. അത് ശരി, അത് പലരും പറഞ്ഞു നമ്മളോട്. താങ്കൾ ആ വീഡിയോ കണ്ടായിരുന്നു? താങ്കൾ ആ ഫുഡ് കഴിക്കുന്നത് എക്സ്പെഷ്യലി ആ കാല് കടിച്ചു പറിക്കുന്ന സീക്വൻസ് ഒന്ന് കണ്ടു നോക്കുക. അതെ അതെ, അവന്റെ വീഡിയോ ജോമോൻജി ബർത്ത്ഡേ. എത്ര പേരാ വിഷ് ചെയ്തത് കണ്ടായിരുന്നല്ലോ. എനിക്ക് റിപ്ലൈ ചെയ്തേ, ഞാൻ കണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ റിപ്ലൈ ചെയ്തു. അതെ അതെ, പറ്റാത്തല്ല ഞാനും ചെയ്തിട്ടുണ്ട്. കേട്ടാ അടിപൊളി. ആ വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ടേക്കുന്നുണ്ട്, അരച്ചതല്ല. നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ ചിക്കനൊന്നും ചോദിക്കരുതില്ല തരാൻ. ചിക്കൻ, എന്റെ ചിക്കൻ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് മുമ്പോട്ട്, അല്ലേ? നീ കൂടുന്ന, നിന്നെ കൂടാൻ വിളിക്കുന്നില്ല, നിന്നെ വിളിച്ചിട്ടും കാര്യമില്ല. അതെ, ഞങ്ങൾ എന്തായാലും ബീച്ചിലായിരിക്കും. കടപ്പുറത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടപ്പുറത്തിലെ ബലൂണൊക്കെ തുടുത്ത് വിട്ടിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇരിക്കും, അല്ലേടാ ചെയ്യും. ഞാൻ വർഷങ്ങളായിട്ട് ന്യൂ ഇയർ പ്രഭാതത്തിൽ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ അവിടെ തന്നെ ആയിരിക്കും. അവിടെ ന്യൂ ഇയറിന്റെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? ന്യൂ ഇയർ ഇവന്റ് ഉണ്ട്. എത്ര? 4,000 പെർ ഹെഡ്. അപ്പൊ എന്തൊക്കെ ഇത് കിട്ടും നമുക്ക്? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിനകത്ത് മറ്റേ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അത് കോമൺ ആയിട്ടുള്ള കാര്യം. മാജിക് ഉണ്ട്, ജഗ്ലിംഗ് ഉണ്ട്. അല്ല, ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടെ വേണ്ടി ചോദിക്കുവാണ്. ഇപ്പൊ 4,000 പെർ ഹെഡ് എന്ന് പറയുന്നു. നമുക്ക് വെള്ളം അടിക്കാൻ അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഫെസിലിറ്റി കിട്ടുമല്ലോ. ഡാൻസ് ഒക്കെ കോമൺ മദ്യപിക്കുന്നവർക്കാണെങ്കിൽ 2 പെഗ് ഈ 2 ഡ്രിങ്ക് അവിടെ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് പേ ചെയ്തിട്ട് കഴിക്കേണ്ടി വരും. ഓക്കെ, ഫുഡിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഫുഡ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ഫുഡാണ്. എത്ര വേണം കഴിക്കും, അൺലിമിറ്റഡ് ഫുഡാണ്. ലിക്കർ 2 പെഗ് ഫ്രീ. അതെ, ഏത് ബ്രാൻഡാണെങ്കിലും. ഏത് ബ്രാൻഡാണെങ്കിലും 2 പെഗ് ഫ്രീ ആണ്. അപ്പോ അടിച്ച് പെരുത്തിട്ടുണ്ട് എല്ലാരും, പ്രത്യേകിച്ച് ഞാൻ. രണ്ടും എന്നെ നോക്കുന്ന, ഞാൻ പെരുത്തില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പൊ കാശ് എന്തായാലും നമ്മള് ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലെ? ജോമൻജിയാണോ ഡ്രങ്കൻജിയാണോ ഒഴിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ജോമൻജി ഒഴിക്കുമ്പോ എനിക്ക് പേടിയാണ്. ജോമൻ നിൽക്കുന്നിടത്ത് നമ്മള് ഒന്നുമല്ല, പേടിക്കുന്നില്ല. അല്ലെ, എന്താണ് വേണ്ടത്? എത്ര ml വേണ്ടത്? എനിക്കൊരു 60.
അല്ല എനിക്ക് 50 മതി. 50 എന്ന് പറയുമ്പോൾ 60 ആക്കി. ഇതാണ് പേടിച്ചാണ് അതെ 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 ഡ്രങ്കൻ എത്ര ഉണ്ട്? 90. ഡ്രങ്കൻ ഇന്ന് ഞാനാ ഒഴിക്കും, നിങ്ങൾ ആരും ഒഴിക്കുന്നില്ല. എന്നാ പിടിടാ, എടാ ഇത് പിടിടാ, ഞാൻ ഒഴിക്കാം. ഇന്ന് ഞാൻ ശരി, ഞാൻ ഇത്രയും കാലം ഞാൻ ഒഴിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ശരി കൊടുക്കാൻ മോനെ. ഇന്ന് എന്റെ ലൈറ്റ് ഉണ്ടോ? ഇതാണ് ഗ്ലാസ്. ഡ്രങ്കന്റെ അതാണ് ഡ്രങ്കന്റെ സ്റ്റിക്കർ ഉള്ളത്. സ്റ്റിക്കർ എനിക്ക് ഒഴിച്ചു ഞാൻ പറയാം. ഓക്കെ മതി. ഇത് മേരാ ഗ്ലാസ് ഹേ. ഇവിടെ ഈ ഗ്ലാസ് പൊട്ടിയില്ല ചെറുതായിട്ട്. പൊട്ടിയതാണ്. എനിക്ക് ചെറുതെ പിടിക്കാറ്. നീ ചുമ്മാ കഴിക്കരുത്. ഫുള്ളാ ലിറ്ററാ. ലിറ്ററാ? ഇത് ഫുള്ളാണ്. തെറിയും പിടിച്ചു പറയാം. കമ്പാരിറ്റീവ്ലി നോക്കണോ? ഇതുമായിട്ട് നോക്കുമ്പോ ഇത്തിരി കുറവല്ലേ? അവരെ കൊണ്ട് ഞാൻ മര്യാദ ഒഴിപ്പിച്ചേനെ. ക്രിസ്മസിന് എനിക്ക് മേടിക്കണം. ഇതെന്താണ് തണുത്താക്കണം? നടക്കാതെ വെള്ളം. അപ്പൊ ഡ്രങ്ക സോഡ വേണം. ഡ്രങ്ക വേണ്ടേ? സ്റ്റിക്കർ മതിയേ? പക്ഷേ ഒഴിയണ വിചാരിച്ചേ ഡ്രങ്കിന് സോഡ സർബത്താക്കി കൊടുത്തേക്കെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഫൈനൽ റൗണ്ട് മൈക്ക് വെടി അല്ലേ? ഡ്രങ്കിന് ആലോചിക്കുന്നു. ആണോ? അപ്പോ ലാസ്റ്റ് റൗണ്ട് മൈക്ക് വെടി ചെയ്യാം. പട്ടച്ചാരൻ. ഓക്കേ. അപ്പൊ എന്തായാലും ക്രിസ്മസ് നമ്മുടെ ഇങ്ങനെ സന്തോഷപൂർവ്വം ആസ്വദിച്ച് സുരേഷ് ഗോപി സാറ് പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ബലാത്സംഗമായി അവയുടെ വാക്യങ്ങൾ എപ്പോഴും നമ്മള് വേറെ ഭാഗത്തോട്ട് പോകും. So this is the final round mic video of Christmas. മീശ ചൂണ്ടക്കോളത്ത് പോലെ ഇരിക്കുന്നു. തിരിച്ചു വെച്ചില്ലല്ലേ ഇവന്മാരൊക്കെ ഭയങ്കര ഇന്നെന്തോ ഉദ്ദേശം അടക്കം നിർത്തുക കൃത്യസമയത്ത് പോവുക. ഇവന്മാർക്കൊരു അച്ചടക്കം വേണം. അതെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഭീഷണി എന്ന് പറയാം. ചെറിയ ഒരു ഭയം അത് വരുത്താൻ വേണ്ടിയാണ്. അപ്പൊ ഇനി എല്ലാം ഇവിടെയാണ്. ഇവിടെ ഉണ്ട് സാധനം. ഇനി ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞു. അടിയടാ BGM. എന്റെ അടിയോട്ട് വരുന്നത് ഞാൻ മാസായിട്ടാണ് ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് വെടിപ്പാക്കി അല്ലേ? എല്ലാരും കിക്കാണ്, പ്രത്യേകിച്ച് ഞാൻ. റങ്ങഞ്ചി എന്റെ മറവിൽ ഒളിച്ചിരിക്കും കേട്ടോ. ഇവിടെ വന്നിട്ട് കള്ളം വന്നിട്ടാ, മീശപിരിയും വന്ന് കൊമ്പൻ. അപ്പോ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers you all. Bye bye.